ധ്വനി കേൾക്കാറായി എന്റെ പ്രിയൻ വാനിൽ വരാറായി. കാഹളത്തിൻ ധ്വനി കേൾക്കാറായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. രാത്രി കർത്താവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിന്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്നു എന്നെ തെരഞ്ഞെടുത്തി അവനീ നിലത്തിൽ നിർത്തിയ എന്റെ ആത്മനാഥനായ കർത്താവിന് ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിലും സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ആമേൻ. പാപത്തിന്റെ കറപടി ചലമുറയിടുന്ന തലമുറയെ സ്നേഹത്തിന്റെ നിലവറയിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിന്റെ കലവറ തുറന്നിറങ്ങി വന്ന അരുമനാഥനായ കർത്താവ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുഖവരകൾ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ശക്തമായ ഒരു ചിന്ത ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോനായുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. യെസ്. അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അവൻ കീഴെ തണലിൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം. എല്ലാവരും ശ്രദ്ധിക്കണം. യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. വായിക്കാം ഒരു സെന്റൻസ് കൂടെ. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. പരിശുദ്ധ ദൈവമേ, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രസംഗിക്കുന്ന അടിയനോട് സംസാരിക്കണമേ. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പരിചയം കൊണ്ട് പ്രസംഗിപ്പാനിടയാകല്ലേ. ഒരു പുതിയ കൃപയാലടിനെ നിറയ്ക്കുമാറാകണമേ. ജനത്തോട് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം എന്റെ കർത്താവിനെ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം BC 576 പാലസ്തീന്റെ പടിഞ്ഞാറ് യോപ്പ കടൽ തീരത്തു നിന്നും 10 ടൺ കേവ് ഭാരമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ തർശോസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 10 ടൺ കേവ് ഭാരമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ തർശോസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ആ കപ്പലിന്റെ ഉള്ളിൽ വ്യാപാരികളായ അനേക ആൾക്കാരുണ്ട്. വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ ജാതികളിൽപ്പെട്ടവർ, വിവിധ ദേവന്മാരെ ആരാധിക്കുന്നവരെല്ലാം ഉൾപ്പെടുന്ന ഒരു വ്യാപാര കപ്പൽ. ആ കപ്പലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പലവിധ സാധനങ്ങളുണ്ട്. സാമാനങ്ങൾ ആ കപ്പലിലുണ്ട്. ആ കപ്പലിൽ സാമാനങ്ങളുടെ ഇടയിൽ അതിന്റെ അടിത്തട്ടിൽ നമ്മുടെ പ്രധാന കഥാപാത്രമായ യോനാച്ചനും അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശക്തമായ കപ്പൽ മുമ്പോട്ട് നീങ്ങുകയാ. എല്ലാ മതങ്ങളും ഉൾപ്പെടുന്ന കപ്പൽ ഈ ലോകത്തെ കാണിക്കുകയാണ്. ആമേൻ. അതിനകത്ത് കാണുന്ന വ്യാപാരികൾ മുഴുവൻ ഈ ലോകത്തിൽ നാളേക്ക് വേണ്ടി എന്തോ നേടുവാൻ ഓടുന്ന മനുഷ്യരെ കാണിക്കുകയാണ്. അതിനകത്ത് കാണുന്ന സാമാനങ്ങൾ മുഴുവൻ ഇവിടെ മനുഷ്യൻ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്ന ദ്രവ്യങ്ങളെ കാണിക്കുകയാ. അതിനകത്ത് MRFന്റെ ടയർ പോലെ അതിനിടെ കിടന്ന് ഉറങ്ങുന്ന യോനാച്ചനില്ലേ, അത് ദൈവസഭയെ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാല ലോകം മുഴുവൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുന്ന ഈ യോനായെ കുറിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ദൂത് പറയാനുണ്ട്. അവിടെ എവിടെയായി ഉണർന്ന പ്രവർത്തനം ആരംഭിച്ചിട്ട് ഉണരുവാൻ താല്പര്യമില്ലാത്ത ദൈവസഭയോട്, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ലാത്ത ദൈവസഭയോട്
പറയുവാനുണ്ട്. ഇന്ന് രാത്രി യോനായുടെ പുസ്തകത്തിലൂടെ ശക്തമായ ഒരു ആലോചന പറയുവാനുണ്ട്. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് നിങ്ങളെയും എന്നെയും കുറിച്ച് പദ്ധതിയുണ്ടെങ്കിൽ എന്നും ദൈവം ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. ആമേൻ. ആ കപ്പലിന് നേരെ ശക്തമായ ഒരു കൊടുങ്കാറ്റടിച്ചു. ഹല്ലേലൂയ. കപ്പൽ ആടി ഉലയുവാൻ തുടങ്ങി. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ തലയിൽ തൊട്ടൊരു പ്രവാചകൻ ദൂത് പറയുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കാൻ പോകുകയാ. നിങ്ങളുടെ ജീവിതത്തിൽ ആരോ നിങ്ങളോട് നിങ്ങളുടെ ചങ്കിൽ തൊട്ട് പറയുന്നത് പോലെ, നിങ്ങളുടെ അടുക്കളയ്ക്കകത്ത് കയറി പറയുന്നത് പോലെ, നിങ്ങളുടെ ഓഫീസിൽ കയറി പറയുന്നത് പോലെ, നിങ്ങളുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് ദൂത് പറയുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുകയാണ്. ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറങ്ങുന്നവരെ, ആത്മീയ മണ്ഡലത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവരെ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു വേർതിരിച്ചിട്ടു പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയവരെ നിന്നെ ഉണർത്തുവാൻ എന്റെ ദൈവം നിന്റെ കുടുംബത്തിന് മേൽ ഒരു കാറ്റയക്കാൻ പോകുകയാ. ഈ രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കാറ്റുണ്ടല്ലോ, നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതികൂലം, അത് തമ്പുരാൻ വെറുതെ വിട്ടതല്ല, നിന്നെ ഉണർത്താൻ വേണ്ടി ദൈവം അയച്ചതാണ്. നിന്നെ ഉണർത്താൻ വേണ്ടി ദൈവം അയച്ചതാ. നിന്നെ ഉറങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്നെ ഉറങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ. നമ്മുടെ ജീവിത പടകിന്റെ നേരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന ഈ കാറ്റ്, ഇത് പോകാൻ വേണ്ടി നീ 7 ദിവസം കഠിന ഉപവാസം എടുത്തിട്ട് കാര്യമില്ല, 21 ഇരുന്നിട്ടും കാര്യമില്ല, 41 ഇരുന്നിട്ട് കാര്യമില്ല, 100 ഇരുന്നാലും ഗുണമില്ല. തമ്പുരാൻ അയച്ച കാറ്റാണെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. എന്റെ ദൈവം അയച്ച പ്രതികൂലമാണെങ്കിൽ തന്റെ പ്രവർത്തി തികയ്ക്കാതെ ആ പ്രതികൂലം തിരിച്ചു പോകില്ല. ആമേൻ. ഹല്ലേലൂയ. നീ പിശാചിനെ ശാസിച്ചിട്ട് കാര്യമില്ല. നീ അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി നീ ഒരുവിധപ്പെട്ട പരിപാടികളെല്ലാം നടത്തിയാൽ ഈ അന്ധകാര ശക്തി പോകത്തില്ല, ഈ പ്രതികൂലം പോകത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്നെ ഉണർത്താൻ ദൈവം അയച്ചിരിക്കുന്ന കാറ്റാ. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ സംഘടനയ്ക്ക് നേരെ ഈ നാളുകൾ ആഞ്ഞടിക്കുന്ന കാറ്റുണ്ടല്ലോ, അത് നിന്നെ ഉണർത്താൻ എന്റെ ദൈവം അയച്ചിരിക്കുന്ന കാറ്റാ. യോനായേ, ഉറങ്ങുന്നവനെ നീ ഉണരുക, എന്റെ ദൈവം കാറ്റയച്ചിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. എനിക്ക് വളരെ രസകരമായി തോന്നിയ ചിന്ത, കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, പടകിനകത്താകെ പ്രശ്നമാണ്. എല്ലാവരും ഉണർന്നു. എല്ലാവരും ഉണർന്നു. 1-ാം അധ്യായം 4-ാം വാക്യവും 5-ാം വാക്യം വായിക്കുമ്പോൾ ഓരോരുത്തർ അവരവരുടെ ദേവന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കപ്പലിന്റെ മുകൾത്തട്ടിലെ മുറിക്കകത്തോടൊന്ന് നടന്നു നോക്കി. ഓരോ മുറിയിലും പ്രാർത്ഥന നടക്കിയ മന്ദോദേവ സ്ഥീമയി പാവോദേവ സർവേദരണ്യം സിന്ധോദേവ പ്രചോദയ. ഓരോ മുറിക്കകത്തും പ്രാർത്ഥന നടക്കിയ. അപ്പുറത്തെ മുറിയിലോട്ട് കയറിക്കേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാൻ. അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ഓരോ മുറിക്കകത്തും കയറി നോക്ക്, എല്ലാ മുറിയിലും പ്രാർത്ഥനയുണ്ട്. അവരവരുടെ ദൈവത്തോട്. അവർ ഭക്തന്മാരാ അവരുടെ വിശ്വാസം അനുസരിച്ച്. പക്ഷെ എല്ലാ മുറിക്കകത്തും പ്രാർത്ഥന നടക്കുമ്പോഴും സത്യസഭയുടെ ആളായ സത്യദൈവത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവൻ ഇപ്പോഴും ഉറങ്ങുകയാ. അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ലോകം മുഴുവൻ ഉണർന്നിട്ടു, ഇതുവരെ യോന ഉണർന്നിട്ടില്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തു മനസ്സിലായി? നിങ്ങൾക്ക്? നിങ്ങൾ ഇസ്ലാമിനെ കണ്ടുപഠിക്ക്, പാഴ്സി മതക്കാരനെ കണ്ടുപഠിക്ക്, ഹിന്ദുവിനെ കണ്ടുപഠിക്ക്, ലോക മതങ്ങളെ കണ്ടുപഠിക്ക്. അവരവരുടെ ഭക്തിക്കനുസരിച്ച് അവർ നന്നായി അവരുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കാത്ത ക്രിസ്ത്യാനിയെ, ആമേൻ, കടലും കരയും ഉണ്ടാക്കിയവനായ സർവശക്തനായ യഹോവയാണ് എന്റെ ദൈവമെന്ന് അകത്തറിയാമെങ്കിലും അത് വെളിപ്പെടുത്താതെ കിടന്ന് ഉറങ്ങുന്ന യോന. എന്താ പറ്റിയേ? യോനയ്ക്ക് എന്താ പറ്റിയേ? യോനായി ദൈവം എങ്ങോട്ട് വിട്ടതാ? ആമേൻ. ആരായിട്ട് വിട്ടതാ? യുവാഞ്ചലിസ്റ്റായിട്ട് വിട്ടതാ. യുവാഞ്ചലിസ്റ്റ് ടൂറിസ്റ്റ് ആയതാണ് പ്രശ്നം. എന്ന് എഴുതിയിട്ടുണ്ടോ കേട്ടോ, മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവാഞ്ചലിസ്റ്റ് ഇപ്പൊ ആരായി? ടൂറിസ്റ്റായി. അങ്ങനെ ഇപ്പൊ തർസോസിന് പോകുക. ദൈവം തമ്പുരാൻ ഇംഗ്ലണ്ടിൽ
നിങ്ങളെയും എന്നെയും അയച്ചത് ഇവാഞ്ചലിസ്റ്റായിട്ടാ. ഇപ്പൊ നമ്മള് ടൂറിസ്റ്റാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം തമ്പുരാനെ അയച്ച പരിപാടി അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിന് തടസ്സമായി നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ചിന്തകളെ ഈ രാത്രി ശാസിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ ജീവിതം തോൽവിയായി മാറുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രശ്നം രൂക്ഷമായി, സാഹചര്യം വളരെ മോശമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സാഹചര്യം വളരെ മോശമായി, പ്രശ്നം സങ്കീർണമായി. അവരൊരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെടുത്ത തീരുമാനം എന്താണെന്നറിയാമോ? കപ്പലിന്റെ ഭാരം കുറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കപ്പലിന്റെ ഭാരം കുറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് കുഴപ്പമില്ല. അവർക്ക് ഒരാളുടെ പ്രശ്നമുള്ളൂ. അച്ഛൻ ചൂട് കൂട്ടി വെച്ചു, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, ഇത് എന്റെ പ്രശ്നമാണ്. ആമേൻ. ചൂട് കൂട്ടി വെച്ചു, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് നാളെ ഉണ്ടല്ലോ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, സ്തോത്രം. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ തീരുമാനിച്ചു. കപ്പലിന്റെ ഭാരം. എന്താ പ്രശ്നം? കപ്പലിനകത്ത് ഈ ബഹളം ഒന്ന് കുറയ്ക്കാൻ കപ്പലിനകത്തെ സാധനങ്ങൾ എടുത്ത് എവിടെ ഇടാൻ തീരുമാനിച്ചു? കടലിനകത്ത് ഇടാൻ തീരുമാനിച്ചു. നമ്മുടെ ഇടയിൽ ഈ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ആമേൻ. കാര്യം മനസ്സിലാകാതെ ഒരര മാനസാന്തരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇപ്പൊ വേടി വലി നിർത്തി. അത്ര എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അച്ഛൻ ബ്രാൻഡ് കഴിക്കുന്നില്ല, നല്ല ഇനം വൈൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് 5.4 ആൽക്കഹോളേ ഉള്ളൂ. നോക്കിയേ മേടിക്കുള്ളൂ. വില. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് രാത്രിയിൽ ആരും അറിയാതെ അച്ഛൻ കുടിക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അരമാനസാന്തരമുണ്ടല്ലോ, സ്തോത്രം. ഈ ചരക്കെടുത്ത് വെള്ളത്തിലിട്ടിട്ട് കപ്പലിന്റെ ഇളക്കം നിർത്താൻ പരിപാടിയുമായിട്ട് ദൈവത്തെ കളിപ്പിക്കുന്ന പരിപാടി അത് അവസാനിപ്പിക്കണമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ഓർത്തോ, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ പദ്ധതി ഇടുന്നതനുസരിച്ച് ദൈവത്തെ പിടിച്ചു കെട്ടാമെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ വരയ്ക്കുന്ന കളത്തിനകത്ത് ദൈവം തമ്പുരാനെ കയറ്റി നിർത്താമെന്ന് ആരും വിചാരിക്കരുത്. ഈ കപ്പലിന്റെ ആട്ടം നിൽക്കുകയല്ല. ഇന്ന് രാത്രി അത് അറിഞ്ഞിട്ടേ ജനം പോകാവൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചരക്കെടുത്ത് വെള്ളത്തിലോട്ട് ഇടാൻ തുടങ്ങി. സാധനങ്ങൾ വെള്ളത്തിലോട്ടിടുകയാണ്. സ്തോത്രം. പാവയ്ക്ക, പല്ലിക്ക, പന്തിക്ക, പഞ്ഞിക്ക, പടവലങ്ങ, ആമയ്ക്ക എന്ന് വേണ്ട കപ്പലുള്ള ഐറ്റംസ് എല്ലാം താഴോട്ടോട്ടിരിക്കുക. സ്തോത്രം. ആമേൻ. കേരളത്തിലായിരുന്നപ്പം അച്ഛനും അമ്മാമ്മ തിയേറ്ററിൽ പോയി സിനിമ കാണുമായിരുന്നു. UK വന്ന് അതെടുത്ത് വെള്ളത്തിലിട്ടു. ഇപ്പൊ തിയേറ്ററിൽ പോക്ക് ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? CD എടുത്ത് വീട്ടിലിട്ട് കാണും. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, കപ്പലിന്റെ ആട്ടം നിർത്തുകയല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിക്ക് കുത്തിയിരുന്ന് ഇന്റർനെറ്റിനകത്തൂടെ നിന്റെ പരിപാടികൾ മുഴുവൻ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. മൊബൈൽ ഫോണിലൂടെയുള്ള നിന്റെ പദ്ധതികൾ മുഴുവൻ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാ. നീ ചരക്കുകൾ എടുത്ത് വെള്ളത്തിനകത്തിട്ട് ഈ ദൈവം തമ്പുരാനെ കളിപ്പിക്കാനുള്ള പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവ് ഇന്ന് രാത്രി നിന്നോട് വ്യക്തമായി സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറയുന്ന ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ ഉണ്ടെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുക. Praise the Lord. Hallelujah. Hallelujah. എനിക്കൊരു വലിയ സന്തോഷം തോന്നി. വെള്ളത്തിനകത്തോട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടപ്പോൾ കപ്പലിൽ നിന്ന് വീഴുകയല്ലേ സാധനങ്ങൾ. നല്ല നല്ല ഐറ്റംസും ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ആമേൻ. ആഹാര സാധനങ്ങളും ഉണ്ട്. ഭാരം കുറയ്ക്കുകയല്ലോ, ഭാരം കുറയ്ക്കുക. ഈ വെള്ളത്തിനടിയിലെ മീനുകൾ ഈ ഇടുന്ന സാധനം തിന്നാനായിട്ട് കൂടുക. വെള്ളത്തിനടി മീനുണ്ടല്ലോ ഇഷ്ടംപോലെ. ഇങ്ങനെ കൂടിയപ്പോ ഒരു മീൻ ഇതൊന്നും തിന്നുന്നില്ല. അപ്പൊ മറ്റേ മീൻ ചോദിച്ചു മീനോട്, നിനക്കെന്തൊന്നും വേണ്ടേന്ന്. അവൻ പറഞ്ഞു, എന്താ, ഞാൻ വേറെ വട്ടതാ. വെള്ളത്തിനടിയിലും ഉണ്ട് വേറെ വട്ട ഐറ്റംസ്. പ്രൈസ് ദി ലോർഡ്. കരയ്ക്ക് മാത്രമല്ല വെള്ളത്തിനടിയിലും വേറെ വട്ട ഐറ്റംസ് ഉണ്ട്. ചോദിച്ചു, നീ എന്താ ഇതൊന്നും തിന്നാത്തെ? ഉടനെ പറഞ്ഞു, ഞാൻ വേറെ വട്ടതാ. അപ്പൊ ചോദിച്ചു, നീ ഒന്നും തിന്നുകയല്ലേ? ഉടനെ പറഞ്ഞു, തിന്നും. എന്താ?
ദൈവം കൽപ്പിച്ചിട്ട് അല്പം കഴിയുമ്പം യോന എന്ന് പറയുന്ന ഒരുത്തൻ ഈ വെള്ളത്തിൽ വീഴും. ആമേൻ, സ്തോത്രം. അത് ഞാൻ തിന്നും. ഹല്ലേലൂയ. ആ മീൻ പറഞ്ഞ ഒരു സെന്റൻസ് എന്റെ പ്രസംഗത്തിന്റെ ഭാവനയെ പറയാം. നിങ്ങൾ തിന്നുന്നതൊന്നും ഞാൻ തിന്നുകയുമില്ല, ഞാൻ വിഴുങ്ങുന്നത് നിങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റുകയുമില്ല. എനിക്ക് അതൂത് വളരെ ഇഷ്ടപ്പെട്ടു. ലോകം തിന്നുന്നതൊന്നും നമ്മൾ തിന്നരുത്, എന്നാൽ നമ്മൾ തിന്നുന്നത് അവന് കിട്ടുകയുമില്ല. ഇന്ന് രാത്രി ആത്മാവിന്റെ ഭക്ഷണം കഴിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം കൽപ്പിക്കുന്നത് ഭക്ഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. Praise the Lord. ഹല്ലേലൂയ. എനിക്ക് മീനുകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാത്രി സമയപരിധിയുള്ള എന്റെ സബ്ജക്ട് വിട്ടുപോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗത്തെ കിടക്കുന്നില്ല. മീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒരു മീനുണ്ട്. ആഹാരം കഴിച്ചിട്ട് നാളുകളായി ആഹാരം കഴിച്ചിട്ട് എല്ലാ മീനും ഇതിനോട് പറയും കഴിക്കാം. ആമേൻ. നമ്മുടെ ഇടയിലുണ്ട്. കുമ്മനാടും കോഴഞ്ചേരി കോട്ടയത്തും ചെങ്ങന്നൂരും ഒക്കെ നോക്കി വാടിപൊളി വീടുകൾ കാണാം. അവർ അപ്പച്ചൻ അമ്മച്ചി ഒരു പട്ടിയും മാത്രമേ അവിടെ ഉള്ളൂ. പിള്ളേരെല്ലാം പല സ്ഥലത്തല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഫ്രിഡ്ജിനകത്ത് നിറച്ച ഐറ്റംസ് ആണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ. കോഴിയും മട്ടണും ബീഫും മീനും എല്ലാം ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും അമ്മച്ചി അപ്പച്ചനും ഫ്രിഡ്ജ് തുറന്നു നോക്കും. സഭാപ്രസംഗിൽ ഒരു വാക്യം വായിച്ചാൽ നടക്കും, നീ കാണും തിന്നുകല. ഗ്ലോറി. ഹല്ലേലൂയ. അതൊക്കെ വരുന്ന വിരുന്നുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിരിക്കുക. അപ്പച്ചനും അമ്മച്ചിക്കും പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയുമോ? വാഴയുടെ മാണവും പാവയ്ക്കാടെ വെള്ളവും. ഹല്ലേലൂയ. വാഴയുടെ അകത്തെ കൂമ്പ് കണ്ടിട്ടുണ്ടോ? കൂമ്പ്, അതും പാവയ്ക്കാ നീരും. എന്നിട്ട് കാഞ്ഞിരത്തും പലകയിൽ ഒരു കിടപ്പും. പ്രൈസോ, തലകണ വെക്കാതെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസോ. വെള്ളത്തിനകത്ത് കിടക്കുന്ന മീനിനോട് ചോദിച്ചു, നിനക്കൊന്നും വേണ്ടേ? മീൻ പറഞ്ഞു, എന്താ കാര്യം? ഉത്തരം, ദൈവത്തിന് യേശുവിന് കരം കൊടുക്കേണ്ട ചതുരദ്രഹ്മ പണം ഈ മീന്റെ വായ്ക്കകത്തിരിക്കുകയാ. ഒരു ദൂത് പറഞ്ഞോട്ടെ, ദൈവം തമ്പുരാനും കൊടുക്കേണ്ടത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നീ ചൊവ്വേ നേരെ കഴിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തമ്പുരാനും കൊടുക്കേണ്ടത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം നാൾ ചൊവ്വേ നേരെ ഭക്ഷണം കഴിക്കുകയല്ല. അത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിട്ട് മുൻപോട്ട് വരികയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചതുരദ്രഹ്മ പണം. കടലിൽ കിടന്ന മീന്റെ കുടലിനകത്തിരുന്ന കാശ് പത്രോസ് എടുത്തു. കരം കൊടുത്തു കഴിഞ്ഞപ്പോൾ മീനൊരു ജീവൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആഹാരം കഴിക്കാൻ തുടങ്ങി. ഒരിക്കൽ യേശു ഗന്നസരത്ത് തടാകത്തിരുന്നപ്പോൾ പത്രോസ് വല കിടുകയാ. യേശു ചോദിച്ചു, നിന്റെ പടകൊന്ന് തരാവോ? അതെന്തിനാ? പ്രസംഗിക്കാനാ. തിരുനക്കര മൈതാനത്തും പീരങ്കി മൈതാനത്തും പുത്തരിക്കണ്ട മൈതാനത്തും പ്രസംഗിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ വെള്ളത്തിൽ പ്രസംഗിച്ച ഒറ്റ പ്രസംഗനുള്ളത് എന്റെ യേശുവാ. ആമേൻ. വെള്ള ഗ്രൗണ്ടാക്കി, ജലം ഗ്രൗണ്ടാക്കിയ ഒറ്റയാളേ ഉള്ളൂ. അതെന്റെ പ്രാണനാഥനാ. സ്തോത്രം, സ്തോത്രം. വെള്ളത്തിനകത്ത് യേശു പ്രസംഗം തുടങ്ങി. യേശു കരയ്ക്ക് പ്രസംഗിച്ചാൽ കരയിലുള്ളവർ കേൾക്കും. വെള്ളത്തെ പ്രസംഗിച്ചപ്പോൾ വെള്ളത്തിലുള്ളവർ കേൾക്കാൻ വന്നു. വെള്ളത്തിനടി മുഴുവൻ മീനുകൾ കേൾക്കാൻ നിൽക്കുക. യേശു പ്രസംഗം ആരംഭിച്ചു. ഉടനെ മീന്റെ നേതാവ് പറഞ്ഞു, അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, സൂക്ഷിച്ചോണം. പ്രസംഗിക്കുന്ന കെ അബ്രഹാം ആണെങ്കിലും ഇരിക്കുന്ന കണ്ടോ, മടവല, കൊടവല, കോരുവല, വീശുവല, ചൂണ്ട, ഒറ്റാല്, കൈ പൊക്കിയാ പൊക്കിക്കൊണ്ടു കളയും. ഹല്ലേലൂയ. അതിനല്ലോ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് മീന്റെ നേതാവ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പ്രസംഗമൊക്കെ കേട്ടോണ്ട് യേശു ആ പ്രസംഗിക്കുന്നത് കേട്ടോ, പക്ഷേ അവസാനം കൈ പൊക്കാൻ പറയുമ്പോൾ സ്ഥലം വിട്ടണമെന്ന് പറഞ്ഞു. മീൻ പറഞ്ഞു, പേടിക്കണ്ട, ഇന്നലെ രാത്രി ആ പത്രോസ് ഉപദേശിയാ വീശിയെ, അങ്ങനൊന്നും കയറിയില്ലെന്ന് പറഞ്ഞു വലയ്ക്കകത്ത്. പത്രോസ് തന്നെ പറയുന്നുള്ളൂ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചിട്ടൊന്നും. അപ്പൊ പറഞ്ഞ കഴിഞ്ഞ ദിവസം പത്രോസ് ആയിരുന്നു വീശി, ഒന്നും ഞങ്ങൾ ആരും കയറിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ കയറാറാകുമ്പോൾ പോകും. അതാണല്ലോ നമ്മുടെ സ്വഭാവം. ബാക്കി മുഴുവൻ സമയത്ത് വരുന്ന ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കും, ആ വലയെ കയറാറാകുമ്പോൾ നമ്മളങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ മീനെല്ലാം ഒരു തീരുമാനത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ യേശു അവസാനം ഒരു വാക്ക് പറഞ്ഞു, വലത്തുഭാഗത്ത് വീശാൻ. എങ്ങനെ അറിയാം? ഉത്തരം, തമ്പുരാൻ വെള്ളത്തെ പ്രസംഗം പിള്ളേരടിയിലുണ്ടെന്ന് തമ്പുരാൻ അറിയാം. ദൈവത്തിന് അവരുടെ ഭാഷ അറിയാം. വലത്തുഭാഗത്ത് വീശിക്കോളാൻ പറഞ്ഞു. അവിടെയാണ് ഓഡിയൻസ് നിൽക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് വലയെടുത്തൊരു ഒറ്റ വീശി മീന്റെ നേതാവ് പറഞ്ഞു, ഓടിക്കോ, വീശി വരുന്നുണ്ട്. ഉടനെ അതിലെ മീന്റെ കൂട്ടത്തിൽ പ്രസംഗം കേട്ടതിൽ മാനസാന്തരപ്പെട്ട ഒരുത്തം പറഞ്ഞു, ഓടരുത്. ഇന്നലെ വീശിയത് പത്രോസാ. വലയ്ക്കകത്ത് കയറിയില്ലേ, നാണക്കേട് പത്രോസിനാ. പക്ഷെ ഇപ്പൊ വീശാൻ പറഞ്ഞത് നമ്മളെ ഉണ്ടാക്കിയവനാ.
നമുക്ക് ചകള തന്നവൻ, നമുക്ക് ചിറക് തന്നവൻ, നമുക്ക് ജീവൻ തന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മോട് സംസാരിക്കുകയാ. കേറിനടാ വലക്കകത്തെന്ന് പറഞ്ഞു. ജീവൻ പോകേണ്ടി വന്നാലും ആ വലക്കകത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ തമ്പുരാന്റെ വലക്കകത്ത് കയറിയവർ ഈ രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. അങ്ങനെ തമ്പുരാന്റെ വലക്കകത്ത് കയറിയവർക്ക് ദൈവത്തെ വാഴ്ത്തുകയാണ്. Praise the Lord, praise the Lord, praise the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ വ്യക്തമായി ദൂത് പറയുന്നു. പലതവണ ദൈവത്തിന്റെ വല വീശിയിട്ടും വലക്കകത്ത് കയറാതെ ഒളിച്ചൊളിച്ച് നടക്കുന്ന മീനെ, മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെ ദൈവവചനം വിട്ട് ഒളിച്ചൊളിച്ച് നടക്കുന്ന മീനെ, എന്റെ തമ്പുരാൻ അവന്റെ ചൂണ്ട വലിച്ചെറിയുന്നതിന് മുമ്പ്, നിന്റെ കൊരുത്ത് കരയ്ക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ്, ശകല പറഞ്ഞു നീ വീഴുന്നതിന് മുമ്പ് ഈ രാത്രി അവന്റെ വലക്കകത്ത് കയറിക്കോ, അവന്റെ വലക്കകത്ത് കയറിക്കോ. Praise the Lord. Praise the Lord. Hallelujah. ദൈവം തമ്പുരാന്റെ ചൂണ്ടയിടിയിലാണ് സുവിശേഷ യോഗം. ആമേൻ. കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. കമ്പാരുടെ കയ്യിലും കൊടുക്കത്തില്ല, കമ്പു തമ്പുരാന്റെ കയ്യിലാ. ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലോട്ട് വലിച്ചെറിഞ്ഞിരിക്കുക. ചൂണ്ട, ഇരുമ്പ് ചൂണ്ടയുടെ പുറത്തുള്ള ഞാഞ്ഞൂരിന്റെ വഴുവഴുപ്പ് കണ്ട് മീനത് കുത്തി. എന്നിട്ട് മീന പോകുക, ഈ ഞാഞ്ഞൂലിനെ കൊണ്ട് പോകുക. പോകുന്ന വഴിക്ക് മീൻ മനസ്സിൽ തീരുമാനിച്ചു, ഇത് ഞാൻ ഫ്രൈ ചെയ്യും, ഈ ഞാഞ്ഞൂലിനെ ഞാൻ ഫ്രൈ ചെയ്യും. മൂത്ത മോക്ക് ഒരു പ്ലേറ്റ്, രണ്ടാമത്തെ കൊച്ചിനും ഒരു പ്ലേറ്റ്, ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മീൻ പോവുക. വായ്ക്കകത്ത് എന്തായിരിക്കുന്നേ? ഞാഞ്ഞൂല. പക്ഷെ ചിലർക്കൊരു ധാരണയുണ്ട്, തമ്പുരാൻ തന്ന നന്മ, ആമേൻ, നമ്മുടെ കയ്യിലിരിക്കുമ്പം ഇതാണെന്ന്. പക്ഷെ അതിനകത്ത് സുവിശേഷം എന്ന ഇരുമ്പ് ചൂണ്ട അതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ എവിടെ ഓടിയാലും നൂലിന്റെ നീളം ഒരു ദിവസം തീരുമെന്നറിയാതെ പോകരുത്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഓടിക്കോ, ചൂണ്ടയും മുഴുകിക്കൊണ്ട് ഓടുന്നവരല്ല ഓർത്തോണം. പലതവണ സുവിശേഷം കേട്ടിട്ടും ദൈവവചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ, പാപമോചനം പ്രാപിക്കാതെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ നീ ഓടിക്കോ. പക്ഷെ ഈ നൂലിന്റെ നീളം ഒരു പക്ഷെ 2007 നൂലിന് നീളം കൂടിയാലും 2008 ഈ നൂല് തീർന്നു പോയാൽ എന്റെ ദൈവം അത് കരയ്ക്ക് വലിച്ച് ശകല പറിച്ച് ഇടുന്നതിന് മുമ്പ് ഈ രാത്രി അവന്റെ വലക്കകത്ത് കയറുവാൻ, അവന്റെ വചനത്തെ അനുസരിക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. തകർന്നു പോകല്ലേ, തകർന്നു പോകല്ലേ. Praise the Lord, praise the Lord, praise the Lord. ഹല്ലേലൂയ. കപ്പലിന്റെ ആട്ടം നിന്നില്ല, കപ്പൽ ഇളകുകയാ. ചരക്കെല്ലാം വെള്ളത്തിനകത്തെടുത്തിട്ടും കപ്പൽ ഇളകുകയാ. അവസാനം കപ്പലിലുള്ളവർ ചീട്ടിട്ടു, യോനായുടെ പേര് വീണു. ആമേൻ. ആ ഭാഗമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സമയപരിധി കൊണ്ട്. എനിക്ക് വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരണം, വേഗത്തിൽ മുൻപോട്ട് പോകാം. ആമേൻ. യോനായുടെ പേര് വീണു. യോനായി എഴുന്നേറ്റ്, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു അടിപൊളി അനുഭവ സാക്ഷ്യം. പിന്നെ നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട്, എന്തോ ഉറക്കമാണേലും സാക്ഷ്യം പറയേണ്ടവർക്ക് പറയാമെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് അടിപൊളി അനുഭവ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? അതാ കേൾക്കട്ടെ, ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. സഹോദരിമാരെ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. അന്നെന്തിനാ കരഞ്ഞേ? അതെനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. സാമാശം എനിക്ക് മനസ്സിലായിട്ടില്ല. അവരെന്തിനാ കർത്താവ് നല്ലവനായിരുന്നു, അതിനെന്തിനാ കരഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത സെന്റൻസ് ആണ് വളരെ രസം. കഴിഞ്ഞ ആഴ്ച എന്റെ മോനെ പിശാച് ഒരുപാട് ഉപദ്രവിച്ചു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരുടെ നാമം? എന്നതാ പറഞ്ഞ് നമുക്കൊരു പിടുത്തമില്ല. അന്നേരമാണ് സഭയിൽ അച്ചായൻ അടുത്തത് പറഞ്ഞു, ഫാസ്റ്റ് പറഞ്ഞു, ചുരുക്കി ചുരുക്കി ഇരിക്കാം. സഹോദരിമാരുടെ ഭാഗം തുറന്നു. സഹോദരന്മാരെഴുതാക്കാം, 1-2 വാചകത്തിൽ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ ആഴ്ചയിലും പ്രബോധനം പറഞ്ഞ അച്ഛൻ എടുത്ത് പറഞ്ഞു, ഇന്ന് ഗസ്റ്റ് മാസ്റ്റർ ഉള്ളത് കൊണ്ട് ഞാൻ പ്രബോധനമൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 23 കൊല്ലവും 4 മാസമായി. അതെന്തിനാ പറഞ്ഞേ? ഗസ്റ്റ് മാസ്റ്റർ കേൾക്കാൻ പറഞ്ഞതാ. അടുത്ത സെന്റൻസ്, ഞാൻ ഒന്നും പറയുന്നില്ല, എന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോണം. 23 കൊല്ലമായിട്ടും അദ്ദേഹത്തിന് എന്തില്ല? നിലനിൽപ്പില്ല. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പുള്ളി നിലം പരിശാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേൾക്കുമ്പോഴെല്ലാം പിശാച് അവിടെ നിന്ന് എഴുതും, ഈ അച്ചായനെ അമ്മാമ്മയും എത്രയും വേഗം നമ്മുടെ ഗ്രൂപ്പിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിശാച് നിന്റെ പേര് എഴുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ.
ആമേൻ. പിശാചിന്റെ പേര് പറയുന്നതിന് പിശാചിയുടെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക ദൈവത്തിന്. പെന്തക്കോസ്തിലെ സഭയിലുള്ളവരോട് പറഞ്ഞ മേലാൽ എന്റെ പേര് പറഞ്ഞേക്കില്ലെന്ന്. കാരണം പുള്ളി ഇവർ അറിഞ്ഞിട്ടില്ല. ഈടെ തിരുവല്ലായിൽ ഒരുത്തൻ കലിങ്ക കയറി കിടന്നുറങ്ങാണ്. വിശ്വാസി രക്ഷിക്കപ്പെട്ടവൻ കലിങ്ക കിടന്നുറങ്ങുന്നു. പിശാചി അവനെ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് എഴുതാന്നു, നാളെ എന്നാ ദിവസം, ഞായറാഴ്ച വീട്ടിൽ കിടന്നുറങ്ങാൻ പറഞ്ഞു. കലിങ്കന്ന് താഴെ വിളിച്ച നാളെ സാക്ഷ്യത്തിൽ എന്റെ പേര് പറയാനോ? ഇവൻ കലിങ്കന്ന് താഴെ വിളിച്ച നാളെ സാക്ഷ്യത്തിന് ആരുടെ പേര് പറയും? പിശാച് തള്ളിയിടുന്നു. പിശാചി ഇവർ അറിഞ്ഞിട്ടുണ്ടോ? ആമേൻ, ആമേൻ. പക്ഷേ പൗലോസ് സാക്ഷ്യം പറയാൻ എഴുതിട്ടു. കൊരിന്ത സഭയിൽ പിശാച് പേനയുമായിട്ട് നിന്നു. പൗലോസ് പറയാൻ തുടങ്ങി, കാട്ടിലെ ആപത്ത്. പിശാച് പറഞ്ഞു, അങ്ങനെ പറ. കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാണുള്ള ആപത്ത്, പൈതാഹം, വിശപ്പ്, പലവിധമായ ഉപദ്രവങ്ങൾ. ഇങ്ങനെ പറഞ്ഞപ്പോൾ 26 കൂട്ടം കഷ്ടതകൾ പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, അങ്ങനെ പറ, അങ്ങനെ പറ. പക്ഷെ പറഞ്ഞു തീർന്നതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു പൗലോസ്, എന്നാൽ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഇവയ്ക്കൊന്നിനും കഴിയുകയില്ല. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. പിശാച് പേനായും പേപ്പർ വെറിഞ്ഞ് ചന്നു പോയതാ പൗലോസിന്റെ പുറകിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ പിശാച് വിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ പിശാച് ഓടിപ്പോകട്ടെ. അനുഭവമുള്ളവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അനുഭവ സാക്ഷ്യമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് യോന ഒരു അടിപൊളി അനുഭവ സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യോന പറഞ്ഞ ഒരു സെന്റൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സെന്റൻസ് പലപ്പോഴും അത് മാത്രം പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനാണ് ഈ കപ്പലിലെ പ്രശ്നത്തിന് കാരണമെങ്കിൽ, ഈ കപ്പലിലെ പ്രശ്നത്തിന് കാരണം ഞാനാണെങ്കിൽ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടേരെ. ഹല്ലേലൂയ. സ്നേഹിത, കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകണം, സഭയ്ക്ക് നന്മയുണ്ടാകണം, സഭയ്ക്ക് ഐശ്വര്യമുണ്ടാകണം. അതിന് തടസ്സം എന്റെ വാക്കാണെങ്കിൽ ഞാനത് നിർത്താമെന്ന് ഈ രാത്രി നീ പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ. ഈ യുകെയിലുള്ള സഭകൾക്ക് മുഴുവൻ അനുഗ്രഹത്തിന് തടസ്സം ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കാണെങ്കിൽ ഇന്ന് രാത്രി ഇനിമേലിൽ ഞാനത് പറയില്ലെന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുത്തിട്ടേ പോകാവൂ. ഈ കപ്പൽ മുഴുവൻ ഇളകി ആടാൻ കാരണം, അതിന് കാരണം ഞാനാണെങ്കിൽ എന്റെ ദൈവമേ, ഞാൻ എന്നെ താഴ്ത്തി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു പുതിയ തീരുമാനമെടുത്തിട്ട് ഇന്ന് രാത്രി പോകാവൂ. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് ഇന്ന് രാത്രി വ്യക്തമായി ഒരു തീരുമാനമെടുത്തിട്ട് പോകാവൂ. ദൈവമേ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗമുണ്ടെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹേമിച്ചതുകൊണ്ട് ഞാൻ ശക്തമായി പറയുക, കുടുംബത്തിനകത്ത് നന്മ തരാൻ ദൈവത്തിന് പ്ലാനുണ്ട്. കുടുംബത്തിൽ നന്മ തരാൻ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിനൊരു വാക്ക് നിന്റെ വായിൽ നിന്ന് കിട്ടണം. കർത്താവേ, ഞാനാണ് അതിന് തടസ്സമെങ്കിൽ, എന്റെ മാനസാന്തരമാണ് അതിന് തടസ്സമെങ്കിൽ, എന്റെ തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് തടസ്സമെങ്കിൽ, പ്രാണനാഥനെ അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഈ രാത്രി ഒന്ന് സമ്മതിച്ചിട്ടേ പോകാവൂ. വെറുതെ ഒരു യോഗത്തിന് വന്നിട്ട് പോകല്ലേ, വെറുതെ ഒരു യോഗത്തിന് വന്നിട്ട് പോകല്ലേ. എന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്റെ ജീവിതത്തിലെ തീരുമാനക്കുറവാണെങ്കിൽ എന്റെ പ്രാണനാഥനെ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് മാത്രമേ ഇന്ന് രാത്രി പോകാവൂ. ഇന്ന് രാത്രി പോകാവൂ. അല്ലാതെ നീ പോകല്ലേ, അല്ലാതെ നീ പോകല്ലേ. ആമേൻ, ആമേൻ. ഹൃദയം തകർന്ന് മനസ്സ് നൊന്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കൺവെൻഷന് വേണ്ടി ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവദാസന്മാർ ഒരുപാട് യാത്ര ചെയ്ത് പ്രാർത്ഥനയോടെ വന്നു ചേർന്നൊരു മഹായോഗമാ. ഇന്ന് രാത്രി ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, ഈ യോഗം തീരുമ്പോൾ ഇതിനകത്ത് ഒരു പാപി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു തീരുമാനമെടുക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. പ്രിയ സഹോദര, ദൈവം നിന്നെ വളരെ ദൂരെ കൊണ്ടുവന്നത് വെറുതെ കൊണ്ടുവന്നതല്ല. നീ ഒരു ഐശ്വര്യത്തിന് കാരണമായി മാറുവാൻ, നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് നീ കാരണമായി മാറുവാൻ, നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്ക് നീ കാരണമായി മാറുവാൻ. ഇസ്രായേൽ ജനം ഹായ് പട്ടണം പിടിക്കാൻ പോയപ്പോൾ തോറ്റുപോകാൻ കാരണം ഒരാളാ, ആഖാൻ. എല്ലാവരും ശ്രദ്ധിച്ചോ? ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോറ്റുപോകാൻ കാരണം ആരാ?
ഒരാളാ. ആര്? ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഹായ് പട്ടണം പിടിച്ചു. എന്നാൽ യെരൂശലേമിന്റെ മതില് പണി തകർന്നു കിടന്നപ്പോൾ അത് പണിയാൻ എഴുന്നേറ്റത് ഒരാളാ, നെഹമ്യാവ്. ഒരാളെ കൊണ്ട് ഒരു രാജ്യം തകർക്കാനും പറ്റും, ഒരാളെ കൊണ്ട് ഒരു രാജ്യം പണിയാനും പറ്റും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? ദൂരം എത്ര പേർക്ക് മനസ്സിലായി? ഒരാൾ വിചാരിച്ചാൽ ഒരു രാജ്യം പണിയാനും കഴിയും, ഒരാൾ വിചാരിച്ചാൽ ഒരു രാജ്യം തകർക്കാനും പറ്റും. ഇന്ന് രാത്രി നിങ്ങൾ പറ, ഞാൻ നിമിത്തം യുകെയിലെ ആത്മീയ അന്തരീക്ഷം പോകരുതെന്ന് നീ ഒരു തീരുമാനമെടുത്താൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ. കേംബ്രിഡ്ജിൽ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നവരോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാ. പ്രവചനാത്മാവിൽ വിളിച്ചു പറയാ. ലോകം മുഴുവൻ ഇളകി മറിയട്ടെ. ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ നിമിത്തം ഒരു അനുഗ്രഹ തടസ്സമുണ്ടാകാൻ ഇടയാകരുത്. എന്റെ വാക്ക് നിമിത്തം ഒരു അനുഗ്രഹത്തിന് തടസ്സമുണ്ടാകാൻ ഇടയാകരുത്. Praise the Lord. Hallelujah. Hallelujah. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില യോഗങ്ങളിൽ ഒരൊറ്റ കുഞ്ഞ് കരഞ്ഞാ മതി ആ യോഗം അലങ്കോലപ്പെടാൻ. Praise the Lord. നമുക്ക് കുഞ്ഞിനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, സകല ശ്രദ്ധയും ആ കുഞ്ഞ് തിരിച്ചു കളയും. ആമേൻ, ആമേൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് രാത്രി നമ്മൾ പറയണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയണം, എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് തടസ്സം ഞാനാണ്. എന്റെ കുറവ് ഞാൻ സമ്മതിക്കുന്നു. എന്റെ വാക്ക്, എന്റെ ചിന്ത, എന്റെ നോട്ടം, എന്റെ നിരൂപണങ്ങൾ, എന്റെ വ്യക്തിപരമായ സംസാരങ്ങൾ, അതിൽ വന്നുപോയ കുറവുകൾ ഇന്ന് രാത്രി ഞാൻ ഏറ്റുപറയുന്നുവെന്ന് ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. അവർ നിമിത്തം കർത്താവ് ദേശത്ത് അനുഗ്രഹിക്കാൻ പോവുകയാ. അവർ നിമിത്തം കർത്താവിനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിന്റെ പരിശുദ്ധമാവിനെ ശക്തമായി ഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തീരുമാനമെടുത്തേ പോകാവൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, എന്നെ എടുത്ത് വെള്ളത്തിലിട്ടാണ്. യോനായെ എടുത്ത് വെള്ളത്തിലിട്ടു. സ്തോത്രം. യോനായെ എടുത്ത് വെള്ളത്തിലിട്ടു. ഹല്ലേലൂയ. വെള്ളത്തിൽ യോന വീണു. സെക്കൻഡിനുള്ളിൽ മീൻ യോനായെ വിഴുങ്ങി. എനിക്ക് ആ മീനിനെ വളരെ ഇഷ്ടപ്പെട്ടു. ലക്ഷ്യം തെറ്റിപ്പോകുന്ന യോനാമാരെ ലക്ഷ്യത്തിലെത്തിക്കാൻ മറ്റൊന്നും തിന്നാതെ പട്ടിണി കിടന്ന് ശുശ്രൂഷിക്കുന്ന മീൻ. ആമേൻ, ആമേൻ. ലക്ഷ്യം തെറ്റിപ്പോകുന്ന പലരെയും ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തെരഞ്ഞെടുത്ത മീനുകളാണ് നിങ്ങളും ഞാനും. ആമേൻ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നമ്മൾ തെറ്റിപ്പോയാൽ ആകെ പ്രശ്നമാണ്. മീൻ പിടിക്കാൻ ഒരു നദീതീരത്ത് ഒരാൾ പോയിരിക്കുകയാണ്. അപ്പോൾ നദിയുടെ തീരത്ത് മുഴുവൻ നല്ല കായ്ഫലമുള്ള തെങ്ങാണ്, നല്ല കായ്ഫലമുള്ള. അപ്പൊ പുള്ളി ഇങ്ങനെ മീൻ ഈ ചൂണ്ട അങ്ങോട്ട് ഇട്ടിട്ട് മീനൊന്നും കൊത്തുന്നില്ല. മീൻ കൊത്തുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? പറഞ്ഞാട്ടെ. വെള്ളത്തിന് മുകളിൽ ഒരു സാധനം കിടപ്പുണ്ട്, കനം കുറഞ്ഞ പറഞ്ഞു. അതിന്റെ പേരെന്താ? പൊങ്ങ്. അപ്പൊ ഇങ്ങനെ എന്തേ നോക്കി ഇരിക്കണം, അല്ലാതെ കായ്ഫലമുള്ള തെങ്ങയെ നോക്കിയിരിക്കരുത്. അവൻ മീൻ പിടിക്കാൻ ചെന്നവൻ ലണ്ടൻ കണ്ടപ്പോൾ, UK കണ്ടപ്പോൾ തെങ്ങ നോക്കിയത് കൊണ്ട് പൊങ്ങ അനങ്ങുന്നില്ല. ഇപ്പൊ വല്ല മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. കായ്ഫലമുള്ള തെങ്ങ് കണ്ടപ്പോൾ പൊങ്ങ അനങ്ങുന്നത് നോക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മീൻ പിടുത്തം നിന്നിരിക്കുക UK. ഇന്ന് രാത്രി ദൈവാത്മാ പറയാ, നിന്റെ കണ്ണ് തെങ്ങേന്ന് മാറ്റി പൊങ്ങേലോട്ട് മാറ്റണം. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് ആ ഭാഗത്ത് പറയാൻ താല്പര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. സ്തോത്രം. Praise the Lord. Praise the Lord. ലക്ഷ്യം തെറ്റിപ്പോയാൽ പരാജയമാണ്.
തമ്പുരാൻ ഏൽപ്പിച്ചിരുന്ന് ഈ ദിവസങ്ങളിൽ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നത് പരാജയമാണെന്ന് പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുന്നു. ചരിത്രം പഠിക്കുക, ക്രൈസ്തവ ചരിത്രം പഠിക്കുക. ലക്ഷ്യം തെറ്റിപ്പോയവരെല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഏതെല്ലാം കഷ്ടപ്പാടുകൾ വന്നാലും അതിന് ലക്ഷ്യത്തിൽ എത്തിച്ചവരെ അവരുടെ തലമുറയെ സ്വർഗം മാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകട്ടെ. വളരെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് എനിക്ക് വരണം. അതുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. ശ്രദ്ധിക്കണം. യോനായെ മീൻ വിഴുങ്ങി. യോന ഇപ്പോൾ മീനിന്റെ വയറ്റിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഒരാഹാരവും യോന ഇപ്പം കഴിക്കുന്നില്ല. പണ്ടൊക്കെ ഒരു നേരം ഓസിക്കടാ, ഒരു നേരം ഓസിക്കടാ, ഒരു നേരം ഓസിക്കടാ. ആമേൻ. ഇച്ചിരി ഓട്സേലും കഴിച്ചോണ്ടേ പുള്ളി പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദേ നിർബന്ധ ഉപവാസം. ഹല്ലേലൂയ. ഒരു വക കഴിക്കുന്നില്ല യോന. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മീന്റെ വയറ്റിനകത്തെ ദഹനരസം കൊണ്ട് യോനയുടെ തൊലി മുഴുവൻ പോയി. യോന ഇപ്പൊ നല്ല റോസ് കളർ. ആമേൻ. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പം ഈ നിനവേ എന്ന് പറയുന്ന സ്ഥലം തിരുവല്ല പോലൊരു സ്ഥലമാണ്. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞതിനർത്ഥം അടുത്തങ്ങ് കടലില്ലെന്നാ ഞാൻ പറഞ്ഞു. അടുത്തങ്ങ് എന്തില്ല? കടലില്ല. കാരണം നിനവേയിൽ യോന പോകണമെങ്കിൽ കടൽ തീരത്ത് യോനായെ ഛർദ്ദിച്ചാൽ പിന്നെ ഒരു 3 നാഴികയെങ്കിലും വഴിദൂരം നടക്കണം. എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഛർദ്ദിക്കുള്ളൂ, പിന്നെ തിരുവല്ലായ്ക്ക് പുള്ളി നടക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ യോന മീന്റെ വയറ്റിനകത്താ. നിനവേക്കുള്ള കപ്പലിൽ നിന്ന് കയറി മാറി കയറിയതുകൊണ്ട് മീന്റെ വയറ്റിനകത്താ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? തമ്പുരാൻ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചാൽ നമ്മൾ വണ്ടി മാറി കയറിയാലും ഓട്ടോറിക്ഷയിലെങ്കിലും തമ്പുരാൻ സ്ഥലത്തെത്തിക്കും. നമ്മുടെ പ്രീസലോ ആരും വിഷമിക്കേണ്ട. എങ്ങനെയാണെങ്കിലും തമ്പുരാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിച്ചിരിക്കും. പ്രീസലോ. പിന്നെ തൊലി പോയേ ചിലപ്പോ എത്തുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പ്രൈസലോ. നേരത്തെ പുള്ളി ഒറിജിനൽ വണ്ടി വന്നിരുന്ന തൊലിയോടുകൂടി വരായിരുന്നു. ഇപ്പൊ പുള്ളി തൊലിയില്ലാതെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രൈസലോ. തമ്പുരാൻ നിനക്ക് തൊലിയും മച്ചയും മാംസവും ആരോഗ്യവും തന്ന വണ്ടിയെ കയറ്റുമ്പോ തമ്പുരാനെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിനക്ക് തൊലിയില്ലാതെ ആ പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടി വരുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. യോനായുടെ പാഠം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസലോ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മീനിന് കടലിന്റെ കരയിൽ വരാൻ പറ്റുകയില്ല. അത് മനുഷ്യനെ വിഴുങ്ങുന്ന തിമിംഗലം പോലുള്ള മീനിന് പുറം കടലിൽ ചില കിലോമീറ്ററുകൾ അപ്പുറം വരെ മീൻ വരാൻ പറ്റുകയുള്ളൂ. യഹോവയായ ദൈവം മീനിനോട് പറഞ്ഞു യോനായെ ഛർദ്ദിച്ചേക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഷാർക്ക്, ഈ വലിയ തിമിംഗലം യോനായെ ആമാശയത്തിൽ നിന്ന് വായ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. വായ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് വാല് ശരിക്കും വെള്ളത്തിനടിയിലൊന്ന് കുത്തി ശരിക്കും ശ്വാസം അങ്ങോട്ട് എടുത്തിട്ട് വായ്ക്കകത്തോണ്ടുവന്ന് യോനായെ ഫ്ലൈയിങ് സോസർ വിടുന്ന പോലെ ഒറ്റ ഛർദ്ദിക്കലും കൂടി ഛർദ്ദിച്ചു. ആകാശത്തുകൂടി ഫ്ലൈയിങ് സോസർ പോകുന്ന പോലെ ഒരു 10-12 കുട്ടിക്കരണം മറിഞ്ഞ് കടൽ തീരത്ത് യോന വീണ് അവിടെ ഒരു 4 മലക്കം കൂടെ മറിഞ്ഞ് അകത്തു വെച്ച് പോയ തൊലിയുടെ പുറത്ത് മണല് കൊണ്ട് ഒരഞ്ഞ് ആ പിടി ചോര മുറിവായിട്ട് ആ കടൽ തീരത്ത് എഴുന്നേറ്റ് നിന്ന് യോന പറഞ്ഞു സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വല്ല കാര്യമുണ്ട് ഇവനെ തമ്പുരാൻ 1-ാം തരം വണ്ടിയെ കയറ്റി അയച്ചതാ. അവൻ ആ വണ്ടി മാറി കയറിയതുകൊണ്ട് അവസാനം നിവർത്തികേടില് വന്നൊരു സമർപ്പണത്തിൽ വരേണ്ടി വന്നു. എന്റെ ദൈവം ആരാണെന്ന് രാത്രി അറിയണം. നിന്നെ വിളിച്ച ദൈവം ആരാണെന്ന് അറിയണം. നിന്നെ കൊണ്ട് സമർപ്പിക്കുവാൻ, നിന്നെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുവാൻ എന്റെ ദൈവത്തിനറിയാം. കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും. വേദപുസ്തകം പഠിക്കണം. പണിയാൻ നോക്കാം എന്നല്ല. ആമേൻ. രോഗികളെ സൗഖ്യമാക്കാൻ സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നിങ്ങൾ ലോകത്തിന് ഉപ്പാകുന്നു എന്നല്ല. അങ്ങനെ വേദപുസ്തകത്തിൽ ഇല്ല ഒരിടത്തും. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നെങ്കിൽ 5000 പേർക്ക് ഒരുമിതം ഞാൻ കൊടുത്തേനെ എന്നല്ല. കർത്താവിന്റെ പദ്ധതിയെല്ലാം ഡെഫിനറ്റ് കോഴ്സാ. ആമേൻ. ഞാൻ എന്റെ സഭയെ അത് നിങ്ങൾ പണിയാൻ സമ്മതിച്ചില്ലേലും തമ്പുരാൻ പണി. കസേരയിൽ ഇരുത്തി പണിയാൻ സമ്മതിച്ചില്ലെങ്കിൽ ICUവിൽ കിടത്തി പണി. അവൻ പണിയുമെന്ന് പറഞ്ഞാൽ പണിയുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം തമ്പുരാന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരമാണെന്ന് അറിയണം. എന്റെ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്നത് പീരുമേട്ടിലാണ്, ഇടുക്കി ജില്ല. എന്റെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല.
ഞാനിങ്ങോട്ട് പോരുന്നവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ടായിരുന്നു. എന്റെ ജനിച്ചു വളർന്ന നാട്ടിൽ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചു എന്നറിയാത്തവരുണ്ട്. ഞങ്ങളുടെ നാടിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാന്നല്ലേ? അപ്പൊ അങ്ങനെ ഒരു നാട്ടിലാണ് ഞാൻ ജനിക്കപ്പെട്ടൊക്കെ ചെയ്തത്. അവിടെ വിറക് വെച്ചാണ്, ഈ ഗ്യാസ് അടുപ്പ് അങ്ങനൊന്നുമില്ല, ഇലക്ട്രിസിറ്റി അങ്ങനൊന്നുമില്ല, വിറക് വെച്ച് കത്തിക്കലാണ്. അപ്പൊ ഈ വിറക് ഇങ്ങനെ മേടിച്ച് കത്തിക്കുന്ന കൂട്ടത്തിൽ ഏത് കോടാലിക്ക് കീറിയാലും കീറാത്ത ചില ഐറ്റംസ് മിച്ചം വരാനാണ് കീറാമുട്ടി എന്ന് പറഞ്ഞു. ചില സഭകളിലുണ്ട്. അത് സുരേഷ് ബാബു വന്നാലും കീറുകയല്ല, ടിനു ജോർജ് വന്നാലും കീറുകയല്ല, കെ എബ്രഹാം വന്നാലും കീറുകയല്ല, എം എ വർഗീസ് വന്നാലും കീറുകയല്ല, ബോങ്ക വന്നാലും കീറുകയല്ല. അപ്പൊ ഈ കീറാമുട്ടിക്ക് തന്നെ ഒരു തന്നെ ഉണ്ട്. ഓ, ഈ പുള്ളിയുടെ പുതിയൊരു കോടാലി, കഴിഞ്ഞ ആഴ്ച വന്ന വേറെ കോടാലി, ഞാൻ അതിനേക്കാളൊക്കെ എന്ത് വലിയ കോടാലി, കണ്ട കോടാലിയല്ലോ ഞാൻ. വലിയ കോടാലി കണ്ടിട്ടുള്ളവരായി ഇരിക്കുന്നത്. അന്നേരമാണ് ഈ ചെറിയ കോടാലി, അതും 5 അടിയുള്ള കൊച്ചു കോടാലി. ഇവിടെ 6 അടിയുള്ള കോടാലിയാ ഇവിടുത്തെ പാസ്. പിന്നെ 5 അടിയുള്ള ഈ കോടാലി വർഷങ്ങളായിട്ട് കീറിയിട്ട് കീറാത്തത് അവന്റെ ഈ കോടാലി. കീറാമുട്ടി പറയുന്ന ദൈവദാസനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചാലും ദൈവദാസന്റെ അത്രയും ഉയരുകയല്ല. അപ്പൊ എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ കീറാമുട്ടി. അപ്പൊ അതിങ്ങനെ വീടിന്റെ അതേ വെച്ചാണ് പുതിയ പുതിയ വിറക് കീറുന്നത്. അതേ വെച്ച്, കാരണം അത് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ്. പിന്നെ അപ്പൊ അതൊരപ്പടി കോടാലിയുടെ പാടാ. പല കോടാലി കൊണ്ടിട്ടുള്ളതുകൊണ്ട് അത് മുഴുവൻ കോടാലിപ്പാടാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 84 മൂത്ത പെങ്ങളുടെ കല്യാണം, മോളി അവിടെ കല്യാണം. അപ്പൊ ഞങ്ങൾ സാധാരണ അടുക്കളയിൽ ആഹാരം പാകം ചെയ്ത് പതിവുള്ളൂ. പക്ഷെ കല്യാണം വന്നപ്പോൾ ഒരു 40 കിലോ അരിയുടെ ചോറ് തലേ ദിവസം ഈ കല്യാണത്തിന് വന്നവർക്കെല്ലാം കൂടെ അത്താഴം വെക്കാൻ വേണ്ടിട്ട് 40 കിലോ അരി. അപ്പൊ എന്റെ അപ്പം പറഞ്ഞു, അന്നാ പിന്നെ മിറ്റത്തോട്ടൊക്കെ വെക്കല്ലോ. വലിയ 3 കല്ല് വെച്ചിട്ട് അണ്ട വാടകയ്ക്ക് എടുത്ത്. ആമേൻ. അന്ന് എന്റെ അപ്പം പറഞ്ഞു, ഒരു എളുപ്പ വഴി, നമ്മൾ എത്ര കീറിയിട്ടും ശ്രമിക്കാത്ത ആ മുട്ടി ഈ വലിയ അടുപ്പിലോട്ട് കയറ്റാൻ മതി. ആമേൻ. മനസ്സിലായവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കോടാലിക്കും കീറാത്തവനെ വെക്കുന്ന അടുപ്പ് വരുന്നുണ്ട്. ഏത് കോടാലിക്ക് വെട്ടിയാലും ഞാൻ കീറത്തില്ലെന്ന് പറയുന്ന കീറാമുട്ടിയെ വെക്കാനുള്ള അടുപ്പ് വരുന്നുണ്ട്. ചുള പോലെ കത്തുന്ന ദിവസം വരുന്നുണ്ട്. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവീട് നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവീട് നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ. ദൈവകോപത്തിലും വെന്തരിഞ്ഞു ചാകരുതേ, വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാദിയിൽ വീഴരുതേ. ദൈവകോപത്തിലും വെന്തരിഞ്ഞു ചാകരുതേ, വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാദിയിൽ വീഴരുതേ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവീട് നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവീട് നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാത്തതിനെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന പദ്ധതി തമ്പുരാന്റെ പക്കലുണ്ട്. മറന്നുപോകരുത്, മറന്നുപോകരുത്. ആഴമായ വിഷയങ്ങളിലേക്ക് വരാൻ പോകുക. Praise the Lord. നിനവയോട് യോനാ പ്രസംഗിച്ചു. നിനവയോട് യോനാ പ്രസംഗിച്ചു. നിനവയിലുള്ളവർ മാനസാന്തരപ്പെട്ടു. യോനാ സങ്കടത്തോടുകൂടി മരുഭൂമിയിൽ ഇരിക്കുകയാ. പ്രസംഗത്തിന്റെ പ്രധാന വിഷയം, ജനം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യോനായുടെ സങ്കടം കണ്ടിട്ട് തമ്പുരാനെ അനുസരിച്ച, ദൈവവചനം അനുസരിച്ച യോനായുടെ സങ്കടം കണ്ടിട്ട് അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. UK-യിൽ തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നു. നമ്മുടെ തലയ്ക്കൊരു തണല് വേണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായി.
തമ്പുരാൻ നമുക്കൊരാവണക്ക് തന്നു. അതാണ് നമ്മുടെ പേഴ്സിനകത്തിരിക്കുന്ന ഒരയ്ക്കുന്ന കാർഡ്. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് ആവണക്കാണ്, ആവണക്ക്. നമുക്കൊരു തണലായിരിക്കേണ്ടതിന് ദൈവം തന്നതാ. ഓർത്തോ, നിഴലിന് ജീവനില്ലെന്നറിയണമെന്ന് രാത്രി. അത് വെറും നിഴലാ, അത് ഒറിജിനൽ അല്ല. നിന്റെ കയ്യിലിരിക്കുന്ന പൗണ്ട് ഉണ്ടല്ലോ, അത് ഒറിജിനൽ അല്ല. ഈ ആരോഗ്യം ഒരാവണക്കാണ്, സൗന്ദര്യം ഒരാവണക്കാണ്, കസേരകൾ ഒരാവണക്കാണ്, കഴിവുകൾ ഒരാവണക്കാണ്, വിദ്യാഭ്യാസം ഒരാവണക്കാണ്, നിന്റെ ബുദ്ധി ഒരാവണക്കാണ്, ഓർഗൻ വായിക്കാനുള്ള കഴിവ് ഒരാവണക്കാണ്, ഡ്രം വായിക്കാനുള്ള കഴിവ് ഒരാവണക്കാണ്, പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ഒരാവണക്കാണ്. ഈ ആവണക്കിന് തായ്വേരില്ല. ഇത് ഏത് നിമിഷവും മാറിപ്പോകാവുന്നതാണെന്ന് ഈ രാത്രി അറിയാതെ പോകരുത്, അഹങ്കരിക്കരുത്. യോനായേ, യോനായേ, നീ അഹങ്കരിക്കരുത്, നീ അഹങ്കരിക്കരുത്. ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 25,550 സംതിങ് ദിവസമേ ഉള്ളൂ. എന്തുകൊണ്ട് അഹങ്കരിക്കാൻ? യോഗത്തിന് പുറപ്പെട്ടിട്ട് ചിലര് 4-ന് ഒരുങ്ങിയിട്ടും 5:30 തീർന്നില്ല. എന്താ കാര്യം? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആവണക്കെ പൗഡർ ഇടുക. ലാക്ടോ കലാമിന്, ഫേറാലവന്, പ്രിയങ്ക, കാവേരിയുടെ കുഴച്ച് തേച്ചിട്ട് 6 പ്രാവശ്യം ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിന്നെ സന്തോഷം. അവസാനം ഇങ്ങോട്ട് പോരാൻ നേരത്ത് ബൈബിൾ എടുത്ത് നോക്കിയപ്പം ഇട്ട ഡ്രസ്സിന് ബൈബിളിന്റെ കവർ മാച്ച് ചെയ്യത്തില്ല. അവസാനം ഡ്രസ്സ് മാറാൻ സമയമില്ലാത്തതുകൊണ്ട് ബൈബിൾ വേണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. ആവണക്കിന്റെ പുറകെ ഓടുക മനുഷ്യന് വേണം. ആവണക്കിന്റെ പുറകെ ആവണക്ക്. അറിഞ്ഞോ, ആവണക്കിന് പക്കവേരേ ഉള്ളൂ, ആവണക്കിന് തായ്വേരില്ല. ആവണക്ക് എന്ന് പറയുന്ന തായ്വേരില്ലാത്ത സാധനമാണ്. ഏത് കൊച്ചൊടിച്ചാലും ഒടിഞ്ഞു പോകും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ശരീരം മുഴുവൻ രോഗമാണ്. നീ നിവർന്ന് എത്ര നേരം നിൽക്കും? കാല് രണ്ടും അടുപ്പിച്ച് പിടിച്ച് കൈ രണ്ടും പൊക്കി 1 മിനിറ്റ് നിന്നാ നീ പുറകോട്ട് മറിഞ്ഞു വീഴും. പിന്നെ ഒരാൾ തൊട്ടാ പിന്നെ വീഴുന്ന കാര്യത്തിന് മഞ്ഞവുമില്ല. ആമേൻ. അത്രേ ഉള്ളൂ. തന്നെത്താൻ നിൽക്കാൻ നിനക്ക് പറ്റുകയെന്നാ പറഞ്ഞത്. വേണം വീട്ടിൽ ചെന്ന് നിന്ന് നോക്കാം. കാല് രണ്ടും അടുപ്പിച്ചിട്ട് ഇങ്ങനെ കണ്ണു പടച്ച് നിന്നേ, ആ സെക്കൻഡിന് മറിഞ്ഞു വീഴും. അത്രേ ഉള്ളൂ നമ്മുടെ ആരോഗ്യം. ആമേൻ. എത്ര സമയം നീ വർത്താനം പറയും? എത്ര സമയം കേൾക്കാൻ കപ്പാസിറ്റി ഉണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈയിടെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് ഓസ്ട്രേലിയക്ക് പോകാന്ന്. ഞാൻ പറഞ്ഞു താങ്ക് യു. ഞാൻ ചോദിച്ചു അവിടുന്ന് അങ്ങോട്ട് പോകും. അത് തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആമേൻ. എവിടെയായിരുന്നു? ഞങ്ങൾ ആദ്യം മസ്കറ്റിലായിരുന്നു, പിന്നെ ഞങ്ങൾ അബുദാബി വന്നു, എന്നിട്ട് കഴിഞ്ഞ ഞങ്ങൾക്കുള്ള സൗദി അറേബ്യ വന്നു, പിന്നെ ഇവിടെ വന്നു. ഇപ്പൊ എങ്ങോട്ട് പോവാ? ഓസ്ട്രേലിയക്ക് പോവാ. അവിടുന്ന് എങ്ങോട്ട് പോകും? ആമേൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് കർത്താവ് വരുമ്പോൾ പോകാൻ മറക്കരുത് പറഞ്ഞു. കാരണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കർത്താവ് വരുമ്പോൾ പോകാനായിട്ട് മറക്കരുത്. നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾ എവിടെ പോകുന്നതിന് എനിക്ക് വിരോധമില്ല. നിങ്ങൾ ഓസ്ട്രേലിയ പോയി എന്തോ കാണിക്കും? ഓസ്ട്രേലിയ പോകുന്ന നിങ്ങൾക്ക് ഒരു പാൻറ്റില്ലേ? ഉണ്ട്. അത് ഇട്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. ഓസ്ട്രേലിയ ചെന്ന് പൈസ കൂടുതൽ കിട്ടിയാൽ 4 പാൻറ്റ് ഇടുവോ? ഇല്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും 1 പ്ലേറ്റ് ചോറ് കഴിക്കുന്നില്ലേ? ഉണ്ട്. ഓസ്ട്രേലിയ ചെന്നാൽ 4 പ്ലേറ്റ് കഴിക്കുമോ? ഇല്ലല്ലോ. ആമേൻ, ആമേൻ. നിങ്ങൾ പോകേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പോകണം, പോകണം, പൊക്കോ. പക്ഷെ എന്തിനു പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആമേൻ. എന്നോട് ഒരാൾ പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് അമേരിക്കയാണ്. പോണം കേട്ടോ, ഞാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞു വരാം. നമുക്ക് നല്ലതാ, എവിടെ വേണമെങ്കിലും പോകണം, സുവിശേഷം പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചോദ്യം ഇതിനേക്കാൾ നല്ലത് അമേരിക്ക ആണെന്നോ? ദൈവം ശപിച്ചടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം നല്ലതാണെന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരാ? ദൈവം ശപിച്ച ഭൂമിയിൽ ഇന്ന സ്ഥലം നല്ലതാന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ ആരാ? ദൈവം നല്ലതല്ലെന്ന് പറഞ്ഞത് നമ്മൾ നല്ലതാണെന്ന് പറയുമോ? ആമേൻ. മനുഷ്യൻ ആവണക്കിന്റെ പുറകെയാ. അതാ പറഞ്ഞതിനർത്ഥം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശോകമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം, അതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, 4 വിരൽ നീളം മാത്രം. ഒന്ന് പാടിയാലോ? കൈയടിച്ച്. ആമേൻ. ശോകമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം, അതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, 4 വിരൽ നീളം മാത്രം. ആ ശോകമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം, അതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, 4 വിരൽ നീളം മാത്രം. ആയുസെന്നുള്ളൂ നമുക്ക്, ആയുസെന്നുള്ളൂ
ആയുസുണ്ടുള്ളൂ. ഭാര്യ മക്കൾക്കെന്തു നേട്ടം, പല വീര്യമൊടുക്കുവാൻ ഓട്ടം. ആ ഭാര്യ മക്കൾക്കെന്തു നേട്ടം, പല വീര്യമൊടുക്കുവാൻ ഓട്ടം. കയ്യിലുള്ള കാലത്ത് കൊണ്ടാട്ടം, അതില്ലാതെയാകുമ്പോൾ ഓട്ടം. ഭാര്യ മക്കൾക്കെന്തു നേട്ടം, പല വീര്യമൊടുക്കുവാൻ ഓട്ടം. കയ്യിലുള്ള കാലത്ത് കൊണ്ടാട്ടം, അതില്ലാതെയാകുമ്പോൾ ഓട്ടം. ആയുസുണ്ടുള്ളൂ നമുക്ക് ഈ ആയുസുണ്ടുള്ളൂ, ആയുസുണ്ടുള്ളൂ നമുക്ക് ഈ ആയുസുണ്ടുള്ളൂ. Praise the Lord. Praise the Lord. Amen. സ്തോത്രം. നീതിസാരത്തിൽ കവി ഇങ്ങനെ പറഞ്ഞത്, ചഞ്ചലം ധനം അഭായി ശരീരം, ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമനായ യമസ്യ കരുണ നാസ്തി യൗവനം ത്രീ ചതുരാണി ദിനാനി മൃത്യു ഗച്ഛതി കാല. ചഞ്ചലം ധനം അഭായി ശരീരം, ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമനായ യമസ്യ കരുണ നാസ്തി എന്ന് പറഞ്ഞാൽ സമ്പത്ത് അസ്ഥിരം, ആരോഗ്യം അസ്ഥിരം. യൗവനം ത്രീ ചതുരാണി ദിനാനി എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമുണ്ടല്ലോ, ഈ കസർത്ത് കാണിക്കുന്ന ശരീരം എന്ന് പറയുന്നത് അകന്തടല, പുറന്തടല, കോരിത്തടല, വാരിത്തടല, ഇരുത്തിത്തടല, കടത്തനാടൻ, തുളുനാടൻ, ചിറ്റോറിയു, കോജോറിയു, ഷോട്ടോക്കാൻ, മൈക്രി, കട്ടാസ്, എന്തെല്ലോ പഠിച്ചേക്കുന്നത്. അഭ്യാസം പഠിച്ചവരോടൊരു നല്ല കാര്യം പറയാനുണ്ട്, അരിക്ക് മുട്ടിയാലും 2 ഇടിക്ക് മുട്ടുകാനാണ്. ഹല്ലേലൂയ. കൈകൂപ്പി ഞാൻ പറയട്ടെ, ആരാധിക്കാൻ സമയമെടുക്കാതെ, പ്രാർത്ഥിക്കാൻ സമയമെടുക്കാതെ ഈ ആവണക്ക് മിനുക്കാൻ സമയമെടുക്കരുതേ. ഈ ആവണക്ക് മിനുക്കാൻ സമയമെടുക്കരുത്. ഈ ശരീരത്തിന്റെ കുട്ടിക്ക് വേണ്ടി, ഇതിന്റെ റിക്രിയേഷന് വേണ്ടി, കണ്ണിനെ നിഗളിപ്പിക്കുന്ന കാഴ്ച കാണുവാൻ ടിവിയിലെ ചാനലുകൾ മാറി മാറി നീ പരീക്ഷിക്കുമ്പോൾ നീ ഇന്ന് രാത്രി മറന്നു പോകരുതോ, ഇതൊരു ആവണക്കാണ്, ഇതൊരു ആവണക്കാണ്. സ്ഥാനമാനങ്ങൾ ഒരു ആവണക്കാണ്, കസേരകൾ ഒരു ആവണക്കാണ്. ഇന്ന് രാത്രി ആദ്യം ഞാൻ ബഹുമാനിക്കട്ടെ, കർത്തൃ ശുശ്രൂഷയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന സഭാ ശുശ്രൂഷകന്മാർ, സംഘടനയുടെ സാരഥികളെ ഞാൻ ബഹുമാനിക്കുന്നു. ബാക്കി ഇനി പറയാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ തിരുവല്ല പട്ടണത്തിലാണ് താമസിക്കുന്നത്. കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്റെ പ്രശ്നം അതല്ല, കർത്താവ് വരുമ്പോ എന്തു സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയേ. കാഹളം ധ്വനിച്ചു, നിങ്ങളൊരു മനസ്സിൽ കാഹളം ധ്വനിച്ചു. ഇവിടെ കയറി വരിക എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ കയറി ചെല്ലുകയാണ്. കർത്താവ് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കസേര തരുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കസേരയെ കുറിച്ച് പറയുമ്പോൾ ഒരു കസേര വേണ്ടേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ കർത്താവ് ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ മിഖായേൽ ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവ്, ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ ഇടയിൽ നിന്ന് സഭ വന്നിട്ടുണ്ട്, മണമാറ്റി. உன்னை கர்த்தா ஓடிச்சுன்னு தங்கவேலு எப்படி நல்லா இருக்கீங்களா? அப்பா பாஸ்டர் கர்த்தாவே நாங்க எவ்வளவு கஷ்டப்பட்டோம், வேதனையிலும் துன்பத்தில எவ்வளவு நாங்க அழுதோம், சிலுவையை கட்டி பிடிச்சு நாங்க அழுதோம், எங்களுக்கு ரொம்ப கஷ்டங்கள் இருந்தது. கர்த்தா പറഞ്ഞു സാരമില്ല സാരമില്ല, കരയാതെ കരയാതെ, കർത്താവ് ഒന്ന് വേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉടനെ മിഖായേൽ ഓടി വന്ന് പറഞ്ഞു, ആന്ധ്രാപ്രദേശിൽ നിന്നും പീപ്പിൾസ് വാർ ഗ്രൂപ്പ് നക്സൽബാരികളുടെ നിന്നും മണവാട്ടിയ സംഭവം വന്നിട്ടുണ്ട്. കർത്താവ് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന്, അയ്യോ വെങ്കടറാവു രാജേഷ് റാവു എല്ലാം ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഭയങ്കര സന്തോഷം. വീണ്ടും കർത്താവ് എന്ന കസേരയിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്. അന്നേരം പറഞ്ഞു, കാശ്മീരിൽ നിന്നും ഭയങ്കര ലക്ഷർ തോയ്പാട് ഇടയിലൊക്കെ സുവിശേഷ വേല ചെയ്ത മണവാട്ടി വന്നിട്ടുണ്ട്. കർത്താവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവരെ, അങ്ങനെ ആശ്വസിച്ചു. എന്നപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് ഗബ്രിയേൽ പറഞ്ഞു, മലയാളികൾ വരുന്നുണ്ട്, കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, അവരോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഗബ്രിയേൽ ചോദിച്ച, കർത്താവേ എല്ലാവരും വന്നപ്പോൾ നീ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചില്ലേ, നീ എന്താ അവര് വന്നപ്പോൾ മാത്രം ഇരിക്കുന്നത്? പറഞ്ഞു, ഇതെന്ന് എഴുന്നേറ്റ് അമ്മമാർ ഇവിടെ കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ആര് വന്നാലും പ്രശ്നമില്ല, അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതേ ഞാൻ എഴുന്നേറ്റാൽ എന്റെ കസേരയാണെങ്കിൽ കയറിയിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ദൈവം തരുന്ന എല്ലാ സ്ഥാനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പൊസിഷനായി സ്തോത്രം, അതിന്റെ മഹത്വത്തിനായി സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി അതൊരു ആവണക്കാണെന്ന് മറന്നു പോകരുത്, അതൊരു ആവണക്കാണെന്ന് മറന്നു പോകരുത്, അതൊരു ആവണക്കാണെന്ന് മറന്നു പോകരുത്, അതൊരു ആവണക്കാണെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ആർഷഭാരതത്തിന് ആദർശ പുത്രിയായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി. ആമേൻ. ഇന്ത്യ മഹാരാജ്യം ലോകം കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രി. പക്ഷേ 1984 ഒക്ടോബർ മാസം 31 രാവിലെ 9:30 മണിക്ക് പുഴു കുത്തിക്കളഞ്ഞു. ആവണക്കിനെ ലോകം കണ്ട ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച മക്കൾ തിലകം MG രാമചന്ദ്രൻ. ആമേൻ. സൗന്ദര്യ തിലകമായിരുന്ന സിൽക്കി സ്മിത, മാർലിൻ മൺറോ, വിജയശ്രീ, പ്രേമനശീൽ, ജയൻ, റാണി ചന്ദ്ര, ലോക ചരിത്രത്തിൽ അതികായന്മാരെ മുഴുവൻ പുഴു കുത്തിക്കളഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധരൻ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ വലിയ നേതാക്കന്മാരെ മുഴുവൻ പുഴു കുത്തിക്കളഞ്ഞു. ആമേൻ. തീർന്നില്ല. തോമസ് ആൽവ എഡിസൺ, ഐൻസ്റ്റീൻ, സർ ഐസക് ന്യൂട്ടൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെ പുഴു കുത്തിക്കളഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുഴു കുത്തിക്കളഞ്ഞു. മറക്കരുത്. ഈ ലോകത്തിൽ ജനിച്ചു വളർന്ന അധികാരികൾ ഉരുക്ക് വല്ലുകൊണ്ട് ലോകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരെ മുഴുവൻ പുഴു കുത്തിക്കളഞ്ഞു. ആമേൻ. സോക്രട്ടീസും പ്ലേറ്റോയും ഡയോജനിസും അഥനഗോറസും പെദഗോറസും അരിസ്റ്റോട്ടിലും തുടങ്ങിയ ദോഷൈക ദാർശനിക ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ പുഴു കുത്തിക്കളഞ്ഞു. ഈ ലോകത്തിലെ ഏതാവണക്കിനെയും കുത്തിക്കളയാൻ ഒരു പുഴുവുണ്ടെന്ന ഈ രാത്രി മറന്നു പോകരുത്. നീ ലോകത്തിൽ കാണുന്നതെല്ലാവരും ആവണക്കാട്. Praise the Lord. Praise the Lord. Praise the Lord. Amen. ഇനി നിങ്ങൾ അറിയണം, കൈകൂപ്പി പറയാം, സത്യമാണത്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, സംഘടനകളെല്ലാം ഓരോ ആവണക്കാർ. ആമേൻ. ഓരോന്നിന്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സംഘടനകളും എന്തുവാ? ആവണക്കാർ. ഇസഹാക്കിന് പെണ്ണെടുക്കാൻ അബ്രഹാം ഏലിയാസറെ വിടുമ്പോൾ ഏലിയാസരോട് നിബന്ധനകളൊന്നും പറഞ്ഞില്ല. പക്ഷെ പോകാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു: കനാനിൽ നിന്ന് പെണ്ണ് എടുക്കരുത്. അതെന്താ? സ്തോത്രം പറയുന്ന പെണ്ണ് മതി, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. പിന്നെ ഏലിയാസർ തന്നെയാണ് ഒരു തീരുമാനത്തിലെത്തിയത്. എന്താ തീരുമാനം? ഞാൻ കുടിപ്പാൻ വെള്ളം ചോദിക്കുമ്പോൾ എന്റെ 10 ഒട്ടകങ്ങൾക്കും കൂടെ കോരിത്തരാമെന്ന് ഇങ്ങോട്ട് പറയുന്ന പെണ്ണായിരിക്കണം ഇസഹാക്കിന്റെ പെണ്ണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചിലർ മനസ്സിൽ പറയുന്നു, 10 ഒട്ടകോ പാസ്റ്ററെ, എന്നെ കെട്ടിച്ചെടുത്ത് 12 ഒട്ടകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ ഭയങ്കര ഒട്ടകല്ലേ, സ്തോത്രം, ഇഷ്ടംപോലെ ഒട്ടകമല്ലോ, കോരി കൊടുത്താൽ അതാണ്ട് തീരുവോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരി പറഞ്ഞ കാര്യം, ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ചിന്തിച്ചാണ്. ആ പുള്ളിക്കാരി പ്രാർത്ഥിച്ചു പോലും, പുള്ളിക്കാരി കല്യാണം കഴിക്കുന്ന ചെറുക്കന് അമ്മ ഉണ്ടായിരിക്കാൻ പാടില്ല, അപ്പനും ഉണ്ടായിരിക്കാൻ പാടില്ല. എന്താ? അമ്മായിയമ്മ പോരും അമ്മായിപ്പം പോരും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്ലാൻ ഒരുപക്ഷെ പുള്ളിക്കാരി ചിന്തിച്ച പോലെ എന്തായാലും കല്യാണം കഴിച്ചു. അപ്പനുണ്ടായിരുന്നു, അമ്മയില്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് 3-ാമത്തെ മാസം അപ്പനും മരിച്ചുപോയി. അപ്പൊ അമ്മായിമ്മ പോരും ഇല്ല. പക്ഷെ എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞാന്നറിയോ? എന്തിനാ പാസ്റ്ററെ? 10 അമ്മായിയമ്മയ്ക്കൊക്കും അങ്ങേര്. ആ പുള്ളി കല്യാണം കഴിച്ച് ഈ പുള്ളി 10 അമ്മായിയമ്മയ്ക്കൊക്കെ ഒന്ന്. സ്തോത്രം. അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്. 2-3 ഒട്ടകം വീട്ടിലുള്ളത് നല്ലതാ. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഈ ഒട്ടകത്തിന് വെള്ളം കോരുന്ന ഭാര്യ എന്തിനാ? അപ്പോഴാണ് ചിന്തിച്ചത്, മോരിയാമലയിലേക്ക് കയറി പോകുമ്പോൾ അബ്രഹാം വിറക് കെട്ടി കൊടുത്തത് ഇസഹാക്കിന്റെ തലയിലാണ്. ആമേൻ. അപ്പൊ മണവാളൻ കഷ്ടപ്പെടാൻ തയ്യാറുള്ള മണവാളനാ ഇസഹാക്ക്. അപ്പോൾ കർത്താവിനൊരു തീരുമാനം, വിറക് ചുമക്കുന്ന മണവാളന് വെള്ളം കോരുന്ന മണവാട്ടിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? വിറക് ചുമക്കുന്ന മണവാളന് വെള്ളം കോരുന്ന മണവാട്ടി എന്ന് പറഞ്ഞാൽ കഷ്ടത അനുഭവിച്ച് നമുക്ക് വേണ്ടി കഷ്ടം മുഴുവൻ സഹിച്ച കർത്താവിന് കഷ്ടതയിലൂടെ കടന്നു വരുന്ന ഒരു മണവാട്ടിയായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടട്ടെ, മുമ്പോട്ട് വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, 10 ഒട്ടകങ്ങൾ നിരന്ന് നിൽക്കുകയാണ്. ഇസഹാക്കിന്റെ പെണ്ണ് പുറപ്പെടുകയാ. ഏലിയാസർ അവളോട് പറഞ്ഞു, കേറിക്കോ, ഒട്ടകത്തെ കേറിക്കോളാൻ പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവള് വന്നിട്ട് തിരിച്ചു വന്ന ഇലിയാസരോട് പറയാണ്, ഒട്ടകത്തിന് മുകളിൽ എന്തുണ്ട്? ഒട്ടകത്തിന്റെ മുകളിൽ എന്തുണ്ട്? മുകൾ വശത്ത് ഒരു മുഴയുണ്ട്. കണ്ടിട്ടുണ്ടോ? ഒട്ടകത്തിന് മുകളിൽ മുഴയുണ്ട്.
അവള് പറഞ്ഞ ഒട്ടകത്തിന് മുഴയുണ്ട്. അതാണ് ഈ സംഘടനയുടെ പ്രശ്നം. സംഘടനയ്ക്കെല്ലാം എന്തുണ്ട്? മുഴയുണ്ട്. അപ്പൊ ഏലിയാസർ പറഞ്ഞു മുഴയില്ലാത്തവരുടെ കയറിക്കോ. ആമേൻ. മുഴയില്ലാത്തൊരു ഒട്ടകത്തെ, അപ്പൊ 10 ഒട്ടകമല്ലേ, എല്ലാത്തിലും നടന്നു നോക്കിയേച്ച് വന്ന് അവളൊന്ന് തിരിച്ചു പറഞ്ഞ് കാണണം. എന്റെ ചിന്ത എല്ലാത്തിനും മുഴയുണ്ട്, വലിപ്പ ചെറുപ്പമുണ്ടെന്നുള്ളത് മനസ്സിലായില്ലല്ലേ? അത്രയൊക്കെ പറയൂ, എനിക്ക് ഇവിടുന്ന് പോകണ്ടേ? എല്ലാത്തിനും ഓരോ മുഴയുണ്ട്, വലിപ്പ ചെറുപ്പമുണ്ടെന്നുള്ളത് ഉള്ളൂ. അതിൽ ഒരെണ്ണത്തെ കീറിയേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുറവുകളില്ലാത്ത ലോകത്തിലൊന്നുമില്ല. എല്ലാം ആവണക്കാണ്, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാ. എന്നാൽ ഏലിയാസറിന്റെ കൂട്ടത്തില് മണവാട്ടി മാത്രമേ ഇസഹാക്കിന്റെ കൂടാരത്തിൽ കയറുകയുള്ളൂ. എന്റെ കർത്താവിനോട് ചേരുവാൻ എത്തിച്ചേരുന്ന സമയത്ത് സകല റബേക്കയും ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ സംഘടനകളും മാറിപ്പോകും, ഇവിടുത്തെ സകലതും മാറിപ്പോകും. യേശുവിനോട് കൂടെ വസിക്കുന്നത് അരിമ മണവാട്ടി മാത്രമായിരിക്കുമെന്ന് ഈ രാത്രി അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെസ്. കാട്ടുമരങ്ങളുടെ ഇടയിൽ. യെസ്, ആമേൻ. വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 3-ാം വാക്യം. യെസ്. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരിടയിൽ എന്റെ പ്രിയനിരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ പഴം. യെസ്, ആമേൻ. നാം എല്ലാവരും ഇന്ന് രാത്രി ഇരിക്കുന്ന ആ മരത്തിന്റെ നിഴലിൽ എഴുന്നേൽക്കാൻ പോകുകയാ. ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ ചുവട്ടിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നഥനിയേലേ, നീ അത്തിയുടെ ചുവട്ടിൽ എഴുന്നേൽക്കണം. സഖായിയേ, നീ കാട്ടത്തിയുടെ തണലിൽ ഇറങ്ങി വരണം. ഇന്ന് രാത്രി പുതിയൊരു നിഴൽ ഞാൻ കാണിച്ചു തരാം. കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം പോലെ എന്റെ പ്രിയൻ ഇന്ന് രാത്രി ഉണ്ട്. അതിന്റെ നിഴലിലേക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ മക്കളെ ക്ഷണിക്കുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാ. ആ വടക്കിന്റെ നിഴലിൽ ഇറങ്ങി വാ. ഈ ലോകത്തിന്റെ നിഴലുകള്, സംഘടനയുടെ നിഴലുകള്, പണത്തിന്റെ നിഴലുകള്, ആഡംബരത്തിന്റെ നിഴലുകള്, ജഡത്തിന്റെ നിഴലുകള്, ഈ ലോകത്തിലെ നിഴലുകള്, അത് മുഴുവൻ താൽക്കാലികമാണ്, അത് തകർന്നു പോകുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് വിളിച്ചു പറയുകയാണ്, ഇത് അതിമോദത്തോടെ നിനക്ക് ഇരിപ്പാൻ എന്റെ കർത്താവിന്റെ നിഴലിലേക്ക് ഇറങ്ങി വാ. മാഞ്ഞു പോകാത്ത ഒരു നിഴൽ. എന്താ നിഴലിന്റെ പ്രത്യേകത? പറയാം. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ജീവിച്ചിരുന്നവരെ മുഴുവൻ മരണമെന്ന മഹാസത്യം കടന്നുപിടിച്ചു. ഈ മണ്ണിനകത്തേക്ക് മറഞ്ഞവരെ മുഴുവൻ പുഴു തിന്നുകളഞ്ഞു. അവരുടെ ഒരു അവശിഷ്ടം പോലും ഇവിടെയില്ല. നിങ്ങൾ അറിയണം, ഇവിടെ വെസ്റ്റ് മിനിസ്റ്റർ ആവിൽ ചെന്ന് നോക്ക്, അതികായന്മാരുടെ ശവക്കല്ലറകളുണ്ട്. ലോകത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ചെന്ന് നോക്ക്, ഉന്നതന്മാരുടെ ശവക്കല്ലറകളുണ്ട്. എല്ലാം പുഴു തിന്നതാണ്, എല്ലാം പുഴു തിന്നു കളഞ്ഞു. എന്നാൽ പാലസ്തീനിൽ ഒരു കല്ലറ ഇന്നുമുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, അവനിവിടെ ഇല്ല. എന്റെ കർത്താവിന്റെ പ്രത്യേകത എന്താ? ലോക ചരിത്രത്തിൽ പുഴു തിന്നാത്ത, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ലോക ചരിത്രത്തിൽ മരിച്ചിട്ട് പുഴു തിന്നാത്ത ഒറ്റ ശരീരമുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമാണ്. അതെന്റെ യേശു മാത്രമാണ്. അതെന്റെ യേശു മാത്രമാണ്. അതെന്റെ യേശു മാത്രമാണ്. Praise the Lord. Praise the Lord. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങിച്ചേരും. അങ്ങനെയാണ് ആപ്തവാക്യം. മണ്ണിൽ നിന്നെടുത്തവൻ മണ്ണിലേക്ക് മടങ്ങിച്ചേരും. മനുഷ്യ നീ പൂഴിയാണ്, നീ പൂഴിയിലേക്ക് മടങ്ങിച്ചേരും. എന്നാൽ എന്റെ കർത്താവ് പൂഴിയിൽ നിന്ന് വന്നവനല്ല. ആമേൻ. അവൻ മനുഷ്യന്റെ സന്തതിയും അല്ല. എന്റെ കർത്താവ് മനുഷ്യന്റെ സന്തതി അല്ലാത്തതുകൊണ്ട് അവൻ പൂഴിക്കടിമയല്ല. അവനെ വെച്ചത് അരിമത്യക്കാരൻ ജോസഫിന്റെ മണ്ണിലെ കല്ലറയിലല്ല, പാറയിൽ വെട്ടിയ കല്ലറയിലാണ്. പാറയിൽ വെട്ടിയ കല്ലറയിലാ. യേശുവിനെ മണ്ണിലല്ല വെച്ചത്. അവൻ മണ്ണിൽ നിന്ന് വന്നവനല്ല, അവൻ വിണ്ണിൽ നിന്ന് വന്നവനാണ്. അവൻ വിണ്ണിൽ നിന്ന് വന്നവനാണ്.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്റെ കർത്താവിന്റെ മരണത്തിലെ പ്രത്യേകതകൾ പറഞ്ഞാണ് ഈ പ്രസംഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും മറ്റാത്ത നിഴല്, ഒരിക്കലും മാഞ്ഞു പോകാത്ത നിഴല്, ഒരിക്കലും ചാഞ്ഞു പോകാത്ത നിഴല്. ഈ ലോകത്തിൽ കാണുന്ന നിഴല് മുഴുവൻ ആടുന്നതാണ്, അത് ചാഞ്ഞു പോകുന്നതാണ്. അത് ഈ ലോകത്തിന്റെ സൂര്യന്റെ ഗതി വിഗതിക്കനുസരിച്ച് നിഴലുകൾക്ക് നീളവും വ്യത്യാസമുണ്ടാകും, അതിന് അളവിന് വ്യത്യാസമുണ്ടാകും. എന്നാൽ ലോകത്തിന്റെ ഗതി വിഗതിക്കനുസരിച്ച് അളവിന് വ്യത്യാസമില്ലാത്ത ഒരു നിഴലുണ്ടെങ്കിൽ അതിന്റെ പ്രാണനാഥന്റെ നിഴലാ. ഒരു സൂര്യനും അവനെ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല, ഇവിടുത്തെ പ്രകാശങ്ങൾക്ക് അവനെ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല, അവന്റെ നിഴൽ ഒരിക്കലും ആർക്കും അളവ് കുറയ്ക്കാൻ കഴിയില്ല. എന്താ യേശുവിന്റെ പ്രത്യേകത? ലോകത്തിലെ ഉന്നതന്മാർ മുഴുവൻ മരിച്ചാൽ, എല്ലാവരും കേൾക്കണം, ലോകത്തിലെ ഉന്നതന്മാർ മുഴുവൻ മരിച്ചാൽ ആ രാജ്യത്തുള്ളവർ മുഴുവൻ അവരുടെ പോക്കറ്റിൽ ഒരു കറുത്ത തുണി കുത്തും. ആമേൻ. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യയിലുള്ളവർ മുഴുവൻ കറുത്ത തുണി കുത്തി. മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ഇവിടെ ഉള്ളവർ മുഴുവൻ കറുത്ത തുണി കുത്തി. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യക്കാരെല്ലാം ദുഃഖസൂചകമായിട്ട് എന്ത് ചെയ്തു? ഒരു കറുത്ത തുണി കുത്തി. ഡയാന മരിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ളവരെല്ലാം ഒരു കറുത്ത തുണി ദുഃഖസൂചകമായി ഒരു കറുത്ത കൊടി എല്ലാരും കെട്ടി. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണം, കാൽവരി ക്രൂശി, യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, യേശു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ ആയിരുന്നെങ്കിൽ ആ രാജ്യത്തിലുള്ളവർ മാത്രം കറുത്ത തുണി കെട്ടിയാൽ മതി. പക്ഷെ ലോകത്തിന് മുഴുവൻ രക്ഷകന് എന്ത് ചെയ്യണം? അതുകൊണ്ട് സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി. ലോകം മുഴുവൻ കറുത്ത തുണി കെട്ടി. ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ മുഴുവൻ നായകനാണ്, അവൻ ലോകത്തിന്റെ മുഴുവൻ നടലാണ്. സകല മാനവരാശിക്കും ഹല്ലേലൂയ ആശ്വാസത്തിന് വേണ്ടി ലോകരക്ഷകനായ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി. ഒരു വേരുള്ള മരത്തിൽ എന്റെ യേശുവിനെ തറച്ചിരുന്നെങ്കിൽ, ജീവൻ പോകുന്ന സമയത്ത് യേശു കിടന്ന് പിടയ്ക്കുമ്പോൾ ആ മരത്തിന്റെ വേരുകൾ എവിടെയെല്ലാം ഓടിയിട്ടുണ്ടോ അവിടെ മുഴുവൻ ഇളകിയല്ലേ. ആമേൻ. സംശയമില്ല. ജീവനുള്ള ഒരാളെ ഒരു മരത്തിൽ വെച്ച് ആ മരത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ ജീവൻ പോയാൽ ആ മരം കിടന്ന് കുലുങ്ങും. ആ മരത്തിന്റെ വേരെവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇളകും. യേശുവിനെ തറച്ചത് വേരില്ലാത്ത കുരിശേല. യേശുവിനെ തറച്ചത് വേരില്ലാത്ത കുരിശേല. പക്ഷെ തറച്ചവൻ അറിയില്ലായിരുന്നു അവന്റെ വേരെവിടെല്ലാം ഉണ്ടെന്ന്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നതിന് അർത്ഥം? യേശുവിന്റെ വേരെവിടെയെല്ലാം ഉണ്ടെന്ന് അതേ തറച്ചവൻ അറിയില്ല. യേശു തന്റെ പ്രാണനെ വെടിഞ്ഞപ്പോൾ ലോകം മുഴുവൻ വിറച്ചുപോയി. ലോകം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി, പാറകൾ പിളരാൻ തുടങ്ങി. യേശുവിന്റെ വേരുകൾ ലോകം മുഴുവൻ ഓടി. അവൻ ലോകത്തിന് മുഴുവൻ രക്ഷകനാകയാൽ, അവൻ ലോകത്തിന് മുഴുവൻ രക്ഷകനാകയാൽ ദൈവത്തെ വാഴ്ത്തുകയാ. ഇതിനകത്ത് സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. അവൻ ലോകത്തിന് മുഴുവൻ രക്ഷകനാകയാൽ, അവൻ ലോകത്തിന് മുഴുവൻ നായകനാകയാൽ, അവൻ സകലത്തിന്റെ നായകനാകയാൽ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ലോകത്തിന്റെ മുഴുവൻ രക്ഷകനാകയാൽ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ അതിന് യേശുവിന്റെ മറുപടി, യോനാ മീന്റെ വയറ്റിൽ 3 രാവും പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ക്രിസ്തുവുമായി കർത്താവ് യേശു ക്രിസ്തു തന്നെ താരതമ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ലോകത്തിന്റെ ആവണക്ക് മുഴുവൻ വാടിപ്പോകുമ്പോഴും, ലോകത്തിന്റെ ആവണക്ക് മുഴുവൻ തകർന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി കരിഞ്ഞു പോകാത്ത, തകർന്നു പോകാത്ത ഒരു നിഴലായി എന്റെ പ്രാണനാഥൻ യേശുവുള്ളതിനാൽ, എന്റെ പ്രാണനാഥൻ യേശുവുള്ളതിനാൽ, അവൻ കല്ലറയെ ഭേദിച്ചവനാകയാൽ, അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാകയാൽ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്, എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ യേശുവിന്റെ കൈകാലുകൾ ആണികൾ തറച്ചു. എന്നേക്കുമായി യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു. കൈകാലിൽ ചലിക്കുവാൻ കഴിയാത്ത വിധം
യേശുവിനെ അവർ ബന്ധിച്ചിട്ടപ്പോൾ എന്റെ പ്രാണനാഥന ബന്ധനത്തിൽ കിടന്നുകൊണ്ട് യെരൂശലേമിലെ ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറിക്കളഞ്ഞു. ബന്ധനത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ ആരാധനയുടെ ബന്ധനം അഴിച്ച കർത്താവിനായി എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. അവൻ ബന്ധനത്തിൽ കിടക്കുമ്പോഴും നമ്മുടെ ആരാധനയുടെ ബന്ധനം അവൻ അഴിച്ചു തന്നതിനാൽ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല ലോകത്തിന്റെ രക്ഷകനായ എന്റെ പ്രാണനാഥന്റെ നാമം ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ മഹത്വം എടുക്കട്ടെ. Praise the Lord. ഒരു വാക്യം കൂടെ പറഞ്ഞ് എനിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. കൃത്യസമയത്ത് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയണം. ഉത്തമഗീതം 4-ാം അധ്യായം അതിനാൽ 6 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കേണ്ട. ഞാൻ പറഞ്ഞുകൊള്ളാം. വെയിലാറി നിഴൽ കാണാതാകുവോളം. ആമേൻ, ആമേൻ. ഇന്ന് കാണുന്ന നിഴൽ മുഴുവൻ മാറിപ്പോകും. ഇന്ന് കാണുന്ന വെയിലെല്ലാം ആറിപ്പോകും. ഈ ചൂരച്ചെടിയും ഈ മാവണക്കും ഈ അത്തിയും ഒന്നും നാളെ കാണുകയില്ല. പക്ഷേ പ്രിയേ, നമുക്ക് മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. എന്താണ് മൂറിന്റെ മല? മൂറ് പ്രവാചകനെ കാണിക്കുന്നു, കുന്തിരിക്കം പുരോഹിതനെ കാണിക്കുന്നു. പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെച്ചത് രാജത്വവും പൗരോഹിത്യവും പ്രവാചകത്വവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മൂറിന്റെ മലയെന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിനെ കുറിക്കുന്ന പ്രവചന വാക്യങ്ങളിൽ നിന്ന് രാത്രി നമുക്ക് കയറിയിരിക്കാം. കുന്തിരിക്കത്തിന്റെ കുന്നെന്ന് പറയുമ്പോൾ ഉപദേശത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് നിൽക്കാം. ആമേൻ. വെയിലാറി നിഴൽ കാണാതാകുവോളം നമുക്ക് മൂറിന്റെ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. അങ്ങനെ ചെന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ പ്രിയ, നീ സർവാംഗ സുന്ദരി, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക. അമാനാമുകളും ശനീർ ഹർമോൻ കൊടിമുടികളും പുള്ളിപ്പുലികളുടെ താഴ്വരകളും സിംഹത്തിന്റെ ഗുഹകളും വിട്ട് എന്നോടുകൂടെ പോരുക. എന്താണ് അർത്ഥം? വേർപെട്ട് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി വരിക. പുള്ളിപ്പുലികളുടെ താഴ്വര വിട്ട് പോരുക, അന്യാരാധന വിട്ട് ഇറങ്ങി പോരുക, വിഗ്രഹ ആരാധന വിട്ട് ഇറങ്ങി പോരുക, ദൈവസഭയിലേക്ക് വരിക. എന്റെ പ്രിയ, ഇന്ന് രാത്രി മണവാളൻ നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. ആ വിളക്കിന്റെ നിഴലിൽ ഇറങ്ങി വാ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കാം. ശക്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. ശക്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി സമയം വേർതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന രാത്രിയായി മാറുകയാണ്. ഹല്ലേലൂയ. ആവണക്ക് കുത്തിക്കളയുന്ന പുഴുവിനെ ഇന്ന് രാത്രികാലം നീ കാണാതെ പോകരുത്. നീ കാണുന്നത് മുഴുവൻ ആവണക്കുകളാ. നിന്റെ കണ്ണിന് ഇൻപമായത് മുഴുവൻ ആവണക്കുകളാ. ഇംഗ്ലണ്ട് റോഡിൽ കൂടെ നടന്നു പോകുന്ന ആവണക്കുകളാ. നിന്നെ തകർത്ത് കളയരുത്. യൗവനക്കാരോട് ദൈവാത്മാ ദൂത് പറയുന്നു. ഇന്റർനെറ്റിലൂടെ, ടിവിയിലൂടെ നീ കാണുന്നതെല്ലാം ആവണക്കുകളാ. അത് നിന്നെ തകർത്ത് കളയരുത്. അതിൽ നീ അഹങ്കരിക്കരുത്. നീ കണ്ടിട്ടുള്ള പല നന്മകളും ആവണക്കുകളാ. അത് മുഴുവൻ വാടിപ്പോകുന്നതാണ്, വാടിപ്പോകുന്നതാ. വാടിപ്പോകാത്തൊരു നിഴലിലേക്ക് ഇന്ന് രാത്രി വരട്ടെ. യേശുവാണ് നമ്മുടെ തണല്, യേശുവാണ് നമ്മുടെ നിഴല്, യേശുവാണ് നമ്മുടെ ആശ്രയം. യേശുവല്ലാതെ ഒരു രക്ഷകനില്ല,